നമസ്കാരം. മാർക്ക് ഫെല്ലറും ബ്ലാക്കിയും തമ്മിലുള്ള ആ ഫൈറ്റിന്റെ ദിവസം ആഗതമായി. രാവിലെ ഏകദേശം ഒരു 8 മണിയായപ്പോൾ ജിങ്തു മൗണ്ടനിൽ ആളുകൾ പല ഭാഗത്തുനിന്നായി വന്നു കൂടിയിട്ടുണ്ട്. സകല അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെയും ആ ചെറുപ്പക്കാരുണ്ടല്ലോ, നമ്മുടെ യാവോ മെങ്ങിൻ ടീമും അവരാണ് ആദ്യം എത്തിയത്. യാവോ മെങ്ങുണ്ട്, കോങ് യാനിക്കുണ്ട്, ആ ഹൂ സഹോദരന്മാരുണ്ട്, ബാക്കിയുള്ള എല്ലാ ആളുകളും ഉണ്ട്. ആ സമയത്താണ് അവിടേക്ക് ഗ്രാനി ക്വിന്നും ബ്ലാക്കിയും കൂടി എത്തിയത്. ബ്ലാക്കിയെ കണ്ടതും ഹൂ ഹെഡ് യാവോ മെങ്ങിനോട് പറഞ്ഞു, ഈ ബ്ലാക്കി ശരിക്കൊരു മാർഷൽ സീനിന്റെ പവറുള്ള ആളാണ്. മാർക്ക് ഫെല്ലർ ഇവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കൂ. അതിന് മറുപടി പറഞ്ഞത് കോങ് യാനിക്കാണ്. ഏയ്, മാർക്കിനെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. മാർക്ക് അന്ന് ആ 2 മോൺസ്റ്റേഴ്സുമായി എത്തി സംഭവം ഗുരുമാരാക്കിയില്ലായിരുന്നെങ്കിൽ അന്ന് മാർക്ക് തോറ്റിനെ. കോങ് യാനിക്ക് അങ്ങനെ പറഞ്ഞതും ഹൂ ഹെഡ് കോങ് യാനിക്കിനോട് ചോദിച്ചു, അല്ല യാനിക്, മാർക്ക് ആ മോൺസ്റ്റേഴ്സിനെ ഇന്ന് കൊണ്ടുവന്നാലോ? അതൊരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ആ മോൺസ്റ്റേഴ്സിന്റെ രംഗപ്രവേശം ശരിക്കും ആ ജിങ്തു മൗണ്ടനിൽ ഒരു വല്ലാത്ത പ്രകമ്പനം തന്നെ ഉണ്ടാക്കിയതാണ്. ആളുകൾ ജീവനം കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു പറഞ്ഞാൽ അതാണ് ശരി. ആളുകളുടെ പുറത്തേക്കുള്ള ഓട്ടത്തെ പോലും ആ 2 മോൺസ്റ്റർമാരിൽ ഒരാൾ ശരിക്കും ഒരു മാന്ത്രിക വിധി കൊണ്ട് തടഞ്ഞിരുന്നു. ആ നിമിഷത്തിലാണ് ആ മോൺസ്റ്റേഴ്സ് ഷിയാവുവിനെ കണ്ടതും അവസാനം ഷിയാവുവിന് മുന്നിൽ അവര് അടിയറവ് പറഞ്ഞതും. ഷിയാവുവിന്റെ മുന്നിൽ എന്തുകൊണ്ട് ആ മോൺസ്റ്റേഴ്സ് അടിയറവ് പറഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോഴും ഈ യങ്സ്റ്റേഴ്സിന് അറിയത്തില്ല. കോങ് യാനിക്കിനോട് ഹെഡ് അങ്ങനെ ചോദിച്ചപ്പോൾ കോങ് യാനിക്കും യാവോ മോയും ഉൾപ്പെടെ എല്ലാവരും അതിന് എന്ത് ഉത്തരം പറയണം എന്നറിയാതെ അമ്പരം നിൽക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ശബ്ദം കേട്ടു. ശരിക്കും അയാൾ അവിടെ എത്തിയത് അവരാരും കണ്ടിരുന്നില്ല. ഏയ്, മാർക്കിനത് കഴിയുമായിരുന്നെങ്കിൽ മാർക്ക് ഇത്രയും സമയമൊന്നും ഈ ഫൈറ്റിന് വേണ്ടി കാത്തിരിക്കില്ലായിരുന്നു. ആ ശബ്ദത്തിനോടമേ എല്ലാവർക്കും അറിയാം, അത് സാക്ഷാൽ ജിന്യാവോ ബ്ലാക്കാണ്. ജിന്യാവോയുടെ ആ മറുപടി കേട്ടതും ആളുകൾ ജിന്യാവോട് ചോദിച്ചു, അതെന്താ അങ്ങനെ പറയുന്നത്? ഏയ്, മാർക്കിനെ ഈ ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി ശരിക്കും ഒരു എതിർപ്പുണ്ട്. മാർക്കിന് ആ മോൺസ്റ്റേഴ്സിനെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവൻ എപ്പോഴേ ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷനിലേക്ക് ഇരച്ചു കയറിയനെ. എനിക്ക് തോന്നുന്നത് അന്ന് അവന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോയെന്നാണ്. ജിന്യാവോ കാര്യങ്ങൾ ശരിക്കും അനലൈസ് ചെയ്തിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ആളുകൾ ജിന്യാവോയുടെ ആ അഭിപ്രായത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ജിന്യാവോ പെട്ടെന്ന് അവരോട് പറഞ്ഞു, ഇന്ന് ബ്ലാക്കിയുമായി മാർക്ക് ഏറ്റുമുട്ടുമ്പോൾ മാർക്ക് പരാജയപ്പെടരുത്, അതാണ് എൻ്റെ ആഗ്രഹം. ജിന്യാവോയുടെ ആ ഡയലോഗ് ശരിക്കും ആ ചെറുപ്പക്കാർക്ക് വല്ലാത്തൊരു അത്ഭുതം ഉണ്ടാക്കി. ജിന്യാവോയുടെ കടുത്ത എതിരാളിയാണ് മാർക്ക് ഫെല്ലർ. ആ മാർക്ക് ഫെല്ലർ വിജയിക്കണമെന്ന് ജിന്യാവോ ഇതാ ആഗ്രഹിക്കുകയാണ്. ഏയ് ജിന്യാവോ, താങ്കൾ എന്തായി പറയുന്നത്? മാർക്ക് വിജയിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതായത് മാർക്ക് ജയിക്കണം. മാർക്ക് ജയിച്ചാലേ എനിക്ക് മാർക്കുമായി ഫൈറ്റ് ചെയ്യാൻ പറ്റും. മാർക്കിനെ ആളുകളുടെ മുന്നിൽ വെച്ച് തോൽപ്പിക്കാന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ജിന്യാവോ ബ്ലാക്കിന്റെ ആ മറുപടി സ്വാഭാവികമായും അവർക്ക് മനസ്സിലായി. ജിന്യാവോ ആണല്ലോ ജൂനിയേഴ്സിലെ നമ്പർ 1. ആ ജൂനിയേഴ്സിലെ നമ്പർ 1 ജിന്യാവോ ആണോ മാർക്കാണോ എന്നൊരു ചോദ്യം ഇപ്പോൾ മാർഷൽ ആർട്സ് ഫോറത്തിൽ സ്ഥിരമായി വരുന്നുണ്ട്. ആ ചോദ്യത്തിന് ഒരു അന്തിമ ഉത്തരം കൊടുക്കാൻ ജിന്യാവോ ബാധ്യസ്ഥനാണ്. ജിന്യാവോയുടെ ആ സ്റ്റേജിനെ കുറിച്ച് ശരിക്കും നന്നായിട്ട് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. അവരെങ്ങനെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു മിലിറ്ററി വാഹനം വരുന്നത് അവർ കണ്ടത്. ഒരു റോൾസ് റോയ്സ് കാറാണ്. ആ ഔദ്യോഗിക വാഹനം ആരുടേതാണെന്ന് മനസ്സിലായതും സകലരും അമ്പരപ്പോടെ എണീറ്റ് വാ പൊളിച്ച് നിൽക്കുകയാണ്. ആ റോൾസ് റോയ്സ് വന്നു നിന്നതും അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് സാക്ഷാൽ ലാരി ഹോംസ് ആണ്. പൈറോവിലെ ദ ഓൺ ആൻഡ് ഓൺലി ഗോഡ് ഓഫ് വാർ ലാരി ഹോംസ്. ഹേയ്, കമാൻഡർ ലാരി ഹോംസ് എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ ചോദ്യം ഹൂ ഹെഡ് ചോദിച്ചതും യാവോ മെങ്ങാണ് അതിന് മറുപടി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഇവിടെ ആവശ്യമില്ലാത്ത ഒരു ഇടപെടലും ആരും നടത്താതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. മാർക്ക് ഫെല്ലറെ ചതിച്ച് കൊലപ്പെടുത്താൻ ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ ഗവൺമെന്റ് ഇടപെടാനുള്ള സർവ്വ സാധ്യതയുണ്ടെന്നാണ് യാവോ മെങ്ങിന്റെ നിരീക്ഷണം. യാവോ മെങ്ങിന്റെ ആ അഭിപ്രായം മിക്കവാറും ആ ചെറുപ്പക്കാരൊക്കെ പങ്കുവയ്ക്കുന്ന അതേ നിമിഷത്തിൽ ഗ്രാനി ക്വിൻ ഓടി ഗോഡ് ഓഫ് വാർ ലാരി ഹോംസിന്റെ അടുത്തേക്ക് എത്തി. കമാൻഡർ ഹോംസ്, അങ്ങനെന്താ ഇവിടേക്ക് വന്നത്? ഏയ് ഗ്രാനി, ഞാൻ ഇന്നത്തെ ഈ ഫൈറ്റ് കാണാൻ വന്നതാണ്. കമാൻഡർ ഹോംസ്, വേറെ വിഷയമൊന്നുമില്ലല്ലോ? ഏയ്, വേറൊന്നും വിഷയം. പിന്നെ നിങ്ങളുടെ ഇടപാടുകൾ ശരിയല്ലാതാകുന്ന ആ നിമിഷത്തിൽ ഞാൻ ഇടപെടുകയും ചെയ്യും. ലാരി ഹോംസ് അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കുകയാണ്. എന്തെങ്കിലും ദുരുദ്ദേശം ഗ്രാനി ക്വിന്നിന് ഉണ്ടെങ്കിൽ അതങ്ങ്
മാറ്റി വെച്ചേക്കൂ. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ലാരി ഹോംസ് അത് വ്യക്തമാക്കി. ലാരി ഹോംസ് കൂടി രംഗത്തെത്തിയോടുകൂടി ശരിക്കും അന്നത്തെ ആ ഫൈറ്റ് ശരിയായ ശൈലിയിലാണ് നടക്കാൻ പോകുന്നെന്നുള്ള ഫീല് മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ആ നിമിഷത്തിലാണ് അവിടേക്ക് ഒരു ടാക്സി കാറിൽ സാക്ഷാൽ മാർക്ക് ഫെല്ലർ എത്തുന്നത്. മാർക്കും മീശയും കൂടി കാറിൽ നിന്നിറങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടം ആളുകൾ മാർക്ക് ഫെല്ലർ എന്ന് ആർത്ത് വിളിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ ശബ്ദം ബ്ലാക്കിയും ഗ്രാനി ക്വീനിനെയും ഒന്ന് അലോസരപ്പെടുത്തുന്നുണ്ട്. ബ്ലാക്കി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ചെറിയ മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. ശബ്ദം കേട്ട് ബ്ലാക്കി മാർക്ക് വരുന്ന ഭാഗത്തേക്ക് നോക്കി. മാർക്ക് ഫെല്ലർ മീശയോട് യാത്ര പറഞ്ഞിട്ട് ബ്ലാക്കി നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. ആ നിമിഷത്തിൽ മാർക്കിനെ ആരോ വിളിക്കുന്ന കേട്ടു. ശബ്ദം കേട്ട മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മാർക്ക് കാണുന്നത് സാക്ഷാൽ കമാൻഡർ ലാരി ഹോംസിനെയാണ്. അത് കേട്ടത് മാർക്ക് ഓടി കമാൻഡർ ലാരി ഹോംസിന്റെ അടുത്തേക്ക് ചെന്നു. കമാൻഡർ, അങ്ങനെന്താ ഇവിടെ? മാർക്ക്, നിന്റെ ഈ ഫൈറ്റ് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വന്നതല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ലാരി ഹോംസ് ശബ്ദം താഴ്ത്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആർ യു കോൺഫിഡന്റ്? കമാൻഡർ, അങ്ങ് ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. ബ്ലാക്കി ഞാനിന്ന് അവസാനിപ്പിക്കും. മാർക്ക്, അവന് മാർഷൽ സെന്റ് പവർ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. കമാൻഡർ, അതൊന്നും വിഷയമല്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ നേരെ ആ ഫൈറ്റിന് നിർദ്ദേശിച്ചിരിക്കുന്ന ആ പ്ലേസിലേക്ക് കടന്നു. ജിങ്ദുവിലെ ഏറ്റവും പ്രസിദ്ധമായ ആ മലനിര ഇപ്പൊ ഏതാണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് ഫെല്ലറും ബ്ലാക്കും തമ്മിൽ നടന്ന ആ ഫൈറ്റിൽ ശരിക്കും ആ മലയിലെ ഒട്ടുമുക്കാൽ ചെറിയ കുന്നുകളും ഇടിച്ച് നിരത്തപ്പെട്ടിരുന്നു. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് അന്ന് നടന്നത്. അതിന്റെ അവശിഷ്ടങ്ങളായിട്ട് നമുക്കിപ്പോൾ ആ കാഴ്ച കാണാം. അന്ന് ആ രണ്ട് മോൺസ്റ്റേഴ്സും രംഗത്ത് വന്നപ്പോൾ ഭയന്നോടിയ ആൾക്കൂട്ടവും അവിടെ വേണ്ടത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു നരനായാട്ട് അന്ന് അവിടെ നടക്കേണ്ടതായിരുന്നു. ഷിയാവുവിന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് നായാട്ട് നടക്കാതെ പോയത്. മാർക്ക് ഫെല്ലർ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ആ തുറസായ പ്ലേസിലേക്ക് വന്നത്. ആ നിമിഷത്തിൽ തൊട്ടുമുള്ള മലയിൽ നിന്ന് ബ്ലാക്കിയും മുന്നോട്ട് ചാടി. രണ്ടുപേരും തമ്മിൽ ഏകദേശം 20 അടി വ്യത്യാസമുണ്ട്. സകല ആളുകളും ഒരു നിമിഷം പോലും മിസ്സാകാതിരിക്കാൻ വേണ്ടി ആ ഫൈറ്റ് നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് തന്നെ അങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ബ്ലാക്കി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ ഞാൻ ഇന്ന് അവസാനിപ്പിക്കൂടാ. ബ്ലാക്കി, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ഈ തൊലിയുണ്ടല്ലോ, കീറിയെടുത്താൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാവോ? മാർക്ക് അവനെ കാണുമ്പോഴൊക്കെ പറയുന്നത് ആ സെയിം ഡയലോഗാണ്. അവനൊരു പെരുമ്പാമ്പാണെന്ന് അവനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാർക്കിന്റെ ഒരു രീതിയാണ്. പെരുമ്പാമ്പിന്റെ തോല് പല സാധനങ്ങൾ ഉണ്ടാക്കാനും ഗുണപ്പെടും. മാർക്ക് അത് പറഞ്ഞതും ബ്ലാക്കിക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ബ്ലാക്കിയുടെ ദേഷ്യം ബ്ലാക്കിയുടെ ബോഡിയിൽ പ്രതിഫലിച്ചു. ബ്ലാക്കിക്ക് ചുറ്റും ഒരു ഓറ അതിവേഗമാണ് ഡെവലപ്പായത്. അവന്റെ ഇന്റേണൽ സ്ട്രെങ്ത് അവന്റെ ആ ഓറയിൽ ദൃശ്യമാണ്. ശക്തനായ ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ് താനെന്ന് വിളിച്ചു പറയുന്ന ശൈലിയിൽ ബ്ലാക്കി അവന്റെ ഓറ അതിശക്തമാക്കിക്കൊണ്ട് അവന്റെ കയ്യിലേക്ക് ആ ഓറ കൊണ്ടുവരികയാണ്. അതിശക്തമായ ഒരു പ്രഷർ അവന്റെ ആ കൈക്ക് ചുറ്റും രൂപം കൊള്ളുന്നത് ഏകദേശം 50 അടി മാറി നിൽക്കുന്ന ആളുകൾക്ക് പോലും ഫീൽ ചെയ്യുന്നുണ്ട്. ശക്തമായ പ്രഷർ ബ്ലാക്കിയുടെ ആ സാന്നിധ്യം കൊണ്ട് മാത്രം ഉണ്ടാവുകയാണ്. കൈ നേരെ പിടിച്ച ബ്ലാക്കി ശരിക്കും ഒന്ന് ആലറി. അവിടെയുള്ള ജനത്തിനെ മുഴുവൻ ശരിക്കും ഭയപ്പെടുത്തത്തക്ക ശൈലിയിൽ ശക്തമായിട്ടാണ് ബ്ലാക്കി ഒന്ന് അലറിയത്. അലറിക്കൊണ്ട് ബ്ലാക്കി മുന്നോട്ട് കുതിച്ചു. മാർക്ക് ഫെല്ലർ തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ബ്ലാക്കി തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാർക്കിനെ ഒറ്റ ഇടിക്ക് തീർക്കാനുള്ള ദേഷ്യത്തോടു കൂടി പാഞ്ഞു വന്ന ബ്ലാക്കി ശക്തമായ ഒരു ഇടി, അതിശക്തമായ ഇടി മാർക്ക് ഫെല്ലറുടെ നെഞ്ചിന് നേരെയാണ് പാഞ്ഞു വന്നത്. മാർക്കിന്റെ നെഞ്ചിലേക്ക് ബ്ലാക്കി ഇങ്ങനെ ആഞ്ഞിടിക്കുമ്പോൾ ആ കൈക്കൊപ്പം അതിശക്തമായ ഒരു കാറ്റും കൂടി ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കാറ്റും മാർക്കിന് നേരെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആ കാറ്റ് പാഞ്ഞു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റുമുള്ള മൺതരികളും മണലും ഒക്കെ ആ കാറ്റിനൊപ്പം പറന്നുയർന്ന് മാർക്കിനെതിരെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കാണികൾക്ക് ഒരു നിമിഷം കാഴ്ചയ്ക്ക് ഒരു മങ്ങലുണ്ടായി. ശരിക്കും പൊടിപടലങ്ങളും ബ്ലാക്കിയുടെ കൈയും ബ്ലാക്കിയും എല്ലാം കൂടി മാർക്കിനെതിരെ പാഞ്ഞു വരികയാണ്. ആ ഇടി മാർക്കിന്റെ പുറത്തു പതിച്ചു കഴിഞ്ഞത് എന്താണ് അതിന്റെ റിസൾട്ട് എന്നറിയാനായി ആളുകൾ ആകാംക്ഷയുടെ ആ ഭാഗത്തേക്ക് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് പലരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. മാർക്ക് ഫെല്ലർ ആ ഇടി തടുത്തതേയില്ല. ആ ഇടി തടുക്കാൻ കഴിയാത്ത ശൈലിയിൽ ബ്ലാക്കിയുടെ വേഗത വർദ്ധിച്ചു.
ആ ചോദ്യം ആളുകളുടെ മനസ്സിൽ ലൈറ്റനിങ് വേഗതയിൽ കടന്നു വന്ന ആ നിമിഷത്തിൽ ചുറ്റുമുള്ള മൺതരികളൊക്കെ മാറി. അവരെ കാണുന്നത് മാർക്ക് ഫെല്ലർ അവിടെ തന്നെ നിൽക്കുന്നതാണ്. മാർക്കിന്റെ തൊട്ടു മുന്നിൽ ബ്ലാക്കിയുമുണ്ട്. ബ്ലാക്കിയുടെ മുഖത്ത് ശരിക്കൊരു അമ്പരപ്പുണ്ട്. അവൻ അതിശക്തമായിട്ടാണ് മാർക്ക് ഫെല്ലറെ ഇടിച്ചത്. പക്ഷേ മാർക്ക് ഫെല്ലർ ആ ഇടിയേറ്റിട്ടും ഒന്ന് പതറുക പോലും ചെയ്യാതെ കൂളായി അങ്ങനെ നിൽക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ ഒരു പോറൽ പോലും വീണിട്ടില്ല. എന്താ അതിന്റെ കാരണമെന്ന് ബ്ലാക്കി ആലോചിക്കുമ്പോൾ ബ്ലാക്കിക്ക് പെട്ടെന്ന് ഒരു പ്രശ്നം അനുഭവപ്പെട്ടു. അവൻ മാർക്കിനെ ഇടിച്ച കൈ അവന് എടുക്കാൻ പറ്റുന്നില്ല. ബ്ലാക്കിയുടെ വലത് കൈയിൽ മാർക്ക് ഫെല്ലർ തന്റെ ഇടത് കൈയോട് പിടിച്ചിരിക്കുകയാണ്. അവൻ അവന്റെ വലത് കൈ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ബ്ലാക്കിയുടെ ആ വലത് കൈയിൽ മാർക്ക് ഫെല്ലർ ബലമായി പിടിച്ചിരിക്കുകയാണ്. ഈ കാഴ്ച സ്വാഭാവികമായിട്ടും ശരിക്കൊരു അമ്പരപ്പ് ആളുകളുടെ മുഖത്ത് ഉണ്ടാക്കിയ അതേ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ വലത് കൈ കൊണ്ട് ഒരു ഇടി ബ്ലാക്കിയുടെ കവൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മാർക്ക് ആഞ്ഞിടിച്ചത്. മാർക്ക് ഫെല്ലറുടെ വലത് കൈ ബ്ലാക്കിയുടെ കവളിൽ പതിഞ്ഞ നിമിഷത്തിൽ ബ്ലാക്കി അവിടെ നിന്ന് പറന്നുയർന്നു. ശരിക്കും ആകാശത്തൂടെ ഒരു പന്ത് പറക്കും പോലെ ബ്ലാക്കി പറന്നു ചെന്ന് അല്പം ദൂരേക്ക് വീണു. ആ വീഴ്ച കണ്ടതും ഗ്രാനിക്വിൻ ഉറക്കെ വിളിച്ചു പോവുകയാണ്, ബ്ലാക്കി! അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല അവരീ കാണുന്നത്. ബ്ലാക്കി എന്ന് വിളിച്ചുകൊണ്ട് ഗ്രാനിക്വിൻ ചാടി എണീറ്റ് മുന്നോട്ട് കുതിക്കാൻ പോയതും അവരുടെ മുന്നിൽ ഒരു കൈ വന്നു. സഷൽ കമാൻഡർ ലാരി ഹോംസിന്റെ കൈയാണ് ഗ്രാനിക്വിന്റെ മുന്നിലേക്ക് വന്നത്. നിങ്ങൾ എന്താ ഇതിൽ ഇടപെടാൻ പോവുകയാണ്? ലാരി ഹോംസിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ഗ്രാനിക്വിന് പെട്ടെന്ന് അവിടെ നടക്കുന്ന ഫൈറ്റിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. അവരൊരു നിമിഷം നിശബ്ദയായി. പക്ഷെ ഈ നിമിഷത്തിൽ ദൂരേക്ക് തെറിച്ചു വീണ ബ്ലാക്കി ആ വീണ സ്ഥലത്ത് നിന്ന് ചാടി എണീറ്റു. പക്ഷെ അവന്റെ മുഖത്ത് ശക്തമായ ഒരു ഇടി വീണതിന്റെ സകല ലക്ഷണങ്ങളുമുണ്ട്. അവന്റെ മുഖം ഒന്ന് കോടിയിട്ടുണ്ട്. അവന്റെ പല്ലുകൾ പോലും ഏതാണ്ട് അടർന്നു തുടങ്ങിയിട്ടുണ്ട്. ബ്ലാക്കിയുടെ ആ ഇടത് കവളിൽ മാർക്ക് ഫെല്ലറുടെ ആ വലത് കൈ പതിഞ്ഞപ്പോൾ ആ തല ഒന്ന് ചരിഞ്ഞതുപോലെയായി. ഒരു നിമിഷം ബ്ലാക്കി ആ തലയൊക്കെ ഒന്ന് ശരിയാക്കി. അവൻ ശക്തമായി ഒന്ന് അലറുകയാണ്. ആ നിമിഷത്തിൽ അവന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ ഓറയുടെ ശക്തിയും കൂടി. അവന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ ഇന്റേണൽ എനർജിയുടെ അളവ് വൻതോതിൽ കൂടുകയാണ്. ആ ഇന്റേണൽ എനർജി അവന്റെ ബോഡിക്ക് ചുറ്റുമായി അങ്ങനെ കൂടിക്കൂടി വന്ന ആ നിമിഷത്തിൽ ബ്ലാക്കി ഒന്നുകൂടി ഒന്ന് അലറിക്കും. ബ്ലാക്കി അങ്ങനെ അലറുമ്പോ അവന്റെ വായിന്ന് തീ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ശരിക്കും അവൻ ഒരു പുതിയ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തതാണ്. വായ്ക്കകത്തുനിന്ന് തീ ജ്വലിപ്പിക്കുന്ന, തീ ജനറേറ്റ് ചെയ്യുന്ന ആ മാന്ത്രിക സ്പെൽ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവൻ മുന്നോട്ട് കുതിച്ചതും മാർക്ക് ഫെല്ലറും മുന്നോട്ട് കുതിച്ചു. മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കുമ്പോൾ മാർക്കിന്റെ ഇന്റേണൽ എനർജി മാർക്കിന്റെ വലത് കൈയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. മാർക്കിന്റെ വലത് കൈയിൽ നമ്മൾ കാണുന്ന ആ സുവർണ നിറത്തുള്ള പ്രകാശം ഇപ്പോൾ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുണ്ട്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ലൈറ്റ് കളറിലായിട്ടുള്ള ആ സുവർണ പ്രകാശമാണ് ഉള്ളതെങ്കിൽ വലത് കൈയിൽ വല തിളക്കമുള്ള സുവർണ പ്രകാശമാണ്. ശരിക്കും ആ കൈ കണ്ണഞ്ചിക്കുന്ന ശൈലിയിൽ തിളങ്ങുന്നുണ്ട്. അതിരാവിലെ നടക്കുന്ന ഫൈറ്റ് ആയതുകൊണ്ട് സൂര്യപ്രകാശം ആ മലയിൽ നേരിട്ട് വീണുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ മലയിൽ ആ സൂര്യപ്രകാശം വീഴുമ്പോൾ സൂര്യനെ പോലെ ജ്വലിക്കുന്ന മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച വാക്കുകൾക്ക് അപ്പുറം ഒരു വല്ലാത്ത വികാരം ഉണ്ടാക്കുന്നതാണ്. മാർക്ക് ഫെല്ലറും ബ്ലാക്കിയും മുഖാമുഖം എത്തിയ ആ നിമിഷത്തിൽ ബ്ലാക്കി ശക്തമായി മാർക്ക് നേരെ ഒന്ന് തുപ്പി. അവന്റെ വായിൽ നിന്ന് അതിശക്തമായ ഒരു തീ കൊടുങ്കാറ്റിന്റെ വേഗതയിൽ മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വന്നതും മാർക്ക് വലത് കൈകൊണ്ട് ഒന്ന് പഞ്ച് ചെയ്തു. ആബ്സല്യൂട്ട് ബിഗിനിങ് സാക്രിഫൈസ്. ആ ഇടി മാർക്ക് ഫെല്ലർ ആ ഫ്ലെയിമിലേക്ക് കൊടുത്തതും ബ്ലാക്കിയുടെ ആ ഫ്ലെയിമും മാർക്ക് ഫെല്ലറുടെ ആ ഗോൾഡൻ ഫ്ലെയിമും തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടുകയാണ്. ഒരു നിമിഷം ആ രണ്ട് ഫ്ലെയിമുകളും മുഖാമുഖം ഒന്ന് നോക്കുന്ന പോലെ ആൾക്കാർക്ക് തോന്നി. അടുത്ത നിമിഷത്തിൽ മാർക്കിന്റെ ഗോൾഡൻ ഫ്ലെയിം ബ്ലാക്കിയുടെ ആ ചുവന്ന ഫ്ലെയിമിനെ ബഹുദൂരം പിന്നോട്ട് തള്ളുകയാണ്. തള്ളുന്നതിനിടയിൽ ആ ചുവന്ന ഫ്ലെയിം കഷ്ണങ്ങളായി ചിതറുകയും ചെയ്തു. അതങ്ങ് സ്കാറ്റേഡായി. ആ ഫ്ലെയിം അങ്ങ് സ്കാറ്റേഡ് ആയതും ആ സ്കാറ്റർ ചെയ്യപ്പെട്ട ഫ്ലെയിമിനിടയിലൂടെ മാർക്കിന്റെ ഗോൾഡൻ ഫ്ലെയിം ശക്തമായി മുന്നോട്ട് കുതിച്ചു. ഇതൊക്കെ കണ്ണഞ്ചി പോകുന്ന വേഗതയിലാണ് സംഭവിക്കുന്നത്. ശക്തമായ ആ ഗോൾഡൻ പ്രകാശം ആ ചുവന്ന പ്രകാശത്തെ തരിപ്പണമാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചതും ആ സുവർണ പ്രകാശം ബ്ലാക്കിയുടെ പുറത്തു പതിച്ചു. ബ്ലാക്കിയുടെ ബോഡിയിലേക്ക് ആ സുവർണ പ്രകാശം പതിച്ചതും ബ്ലാക്കി എടുത്തെറിയപ്പെട്ടതുപോലെ ദൂരേക്ക് തെറിച്ചു.
ഒരുപാട് ദൂരേക്ക്. മാർക്ക് നേരത്തെ ഇടിച്ചപ്പോ ബ്ലാക്ക് വീണതുപോലെ അല്ല ഈ അബ്സല്യൂട്ട് ബിഗിനിങ് സൈക്കിൾ ഫിസ്റ്റ് കൊണ്ടുള്ള ആ പഞ്ചിൽ ബ്ലാക്ക് തെറിക്കുന്നത്. ബ്ലാക്ക് ഒത്തിരി ദൂരേക്ക് തെറിച്ചു വീണു. ഒരു കുഞ്ഞ് മൺകൂനയിൽ ഇടിച്ച് ബ്ലാക്ക് താഴേക്ക് വീഴുമ്പോൾ ആ മൺകൂനെ എല്ലാം കൂടെ ഇടിഞ്ഞ് ബ്ലാക്കിന്റെ പുറത്തേക്ക് വീണിട്ടുണ്ട്. ആ കാഴ്ച ഗ്രാനി ക്വീനിന് ശരിക്കും ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അവർ ചാടി എണീറ്റു. ഉറക്കെ അവർ വിളിക്കുകയാണ്, ബ്ലാക്കി! അവരുടെ എല്ലാമായ ബ്ലാക്കി ഇടിയേറ്റ് അങ്ങനെ തെറിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് പകൽ പോലെ വ്യക്തമാക്കുന്നതാണ് ആ വിളി. അവരെങ്ങനെ അലറി വിളിക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ അതിവേഗതയിൽ ബ്ലാക്കിയുടെ അടുത്തെത്തിയിരുന്നു. തറയിൽ വീണ ബ്ലാക്കിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ആ നിമിഷത്തിൽ ബ്ലാക്കിയുടെ അടുത്തേക്ക് എത്തിയ മാർക്ക് ഫെല്ലർ ഒന്ന് കുനിഞ്ഞ് ശക്തമായ ഒരു ഒറ്റ ഇടിയിടിച്ചു. ബ്ലാക്കിയുടെ നെഞ്ചിന് തൊട്ട് താഴെയായി മാർക്ക് ഫെല്ലർ അതിശക്തമായി അങ്ങനെ ഇടിച്ചതും ഒരിക്കലും ഡിസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ബ്ലാക്കിയുടെ ബോഡി പല ഭാഗത്തും പൊട്ടിത്തുടങ്ങി. ഒരു ആളെ കൊണ്ടും ഒരു ആയുധം കൊണ്ടും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ബോഡി എന്നാണ് ബ്ലാക്കിയുടെ ബോഡിയെ കുറിച്ച് പൊതുവെ പറയുക. ആ ബോഡി ഇപ്പോ ദേഹം മുഴുവൻ വിണ്ടു കീറുകയാണ്. മാർക്ക് ഫെല്ലർ ഒന്നുകൂടി കൈ പൊക്കിയിട്ട് ഒരൊറ്റ ഇടി. ആ ഇടി കണ്ടതും കാണികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഗ്രാനി ക്വീൻ ഉറക്കെ മാർക്കിനോട് വിളിച്ചു പറഞ്ഞു, മാർക്ക്, മാർക്ക്, അവൻ തോറ്റു, അവൻ ഉപദ്രവിക്കരുത്. മാർക്ക് ഫെല്ലർ ഗ്രാനി ക്വീനിനെ നോക്കുപോലും ചെയ്യാതെ ഒരു ഇടിയോട് അടിച്ചു. ബ്ലാക്കി ഏതാണ്ട് നിശ്ചലമായി. അവൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഗ്രാനി ക്വീൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, മാർക്ക്, അവനെ വെറുതെ വിട്, അവനെ വെറുതെ വിട്, അവൻ തോറ്റു, തോൽവി ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ ഗ്രാനി ക്വീൻ പറഞ്ഞതും മാർക്ക് കുനിഞ്ഞ് ഇടത് കൈകൊണ്ട് ബ്ലാക്കിയെ എടുത്തങ്ങ് പോക്കി. മാർക്ക് ബ്ലാക്കിയെ ഷോൾഡർ പിടിച്ച് മുന്നോട്ട് നടന്നു തുടങ്ങിയതും ഗ്രാനി ക്വീൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവനെ വിട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അതിവേഗം മാർക്ക് ഫെല്ലർക്ക് നേരെ ഓടി അടുക്കുകയാണ്. ഈ സമയത്ത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളും സാധാരണ കാണികളും ഒക്കെ വല്ലാത്ത നിശബ്ദതയോടുകൂടി ആ രംഗത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ജിനേവ ബ്ലാക്ക് ഏതാണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബ്ലാക്കി ഒരു മാർഷൽ സെയിൻ പവറുള്ള വ്യക്തിയാണ്. ആ മാർഷൽ സെയിൻ പവറുള്ള ബ്ലാക്കിയെ മാർക്ക് ഫെല്ലർ നിഷ്പ്രയാസമാണ് ഇത് തോൽപ്പിച്ചിരിക്കുന്നത്. മാർക്ക് അവരുടെയൊക്കെ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തായി ഇത് വളർന്നിരിക്കുന്നു. ആ യാഥാർത്ഥ്യം ജിന്യാവയ്ക്ക് ഏതാണ്ട് പൂർണ്ണമായി ബോധ്യമായി. കോണിയാനിക്കും ഏതാണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. പയറുള്ള ജൂനിയേഴ്സിന് നമ്പർ 2 ആണ് കാലങ്ങളായി കോണിയാനിക്. ജിനേവ ബ്ലാക്കിനെ ഓവർടേക്ക് ചെയ്ത് നമ്പർ 1 ആകണം. അതാണ് കോണിയാനിക്കിന്റെ ടാർഗറ്റ്. ആ ടാർഗറ്റ് മനസ്സിൽ സൂക്ഷിക്കുന്ന കോണിയാനിക്കിന് സങ്കല്പിക്കാനാവാത്ത ഒരു കാഴ്ച കാണാൻ ഇതാ ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഇതാ മാർക്ക് ഫെല്ലർ ചെയ്തിരിക്കുന്നു. ഒരു മാർഷൽ സെയിൻ പവറുള്ള ഒരാളെ വളരെ സിമ്പിളായി മാർക്ക് ഫെല്ലർ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ലാരി ഹോംസും ആകെ ഞെട്ടി നിൽക്കുകയാണ്. മാർഷൽ സെയിൻ പവറുള്ള ബ്ലാക്കിയെ ശ്രദ്ധിക്കണമെന്ന് ലാരി നേരത്തെ മാർക്കിനോട് പറഞ്ഞപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല എന്നാണ് മാർക്ക് നേരത്തെ പറഞ്ഞത്. മാർക്ക് പറഞ്ഞ കാര്യം ഇതാ മാർക്ക് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ലാരി ഉൾപ്പെടെ സകലരുടെ ശ്രദ്ധ ആ ഫൈറ്റ് നടന്ന സ്പോട്ടിലേക്കാണ്. ഒരു അക്ഷരം പോലും ആരും മിണ്ടുന്നില്ല. ആ നിമിഷത്തിലാണ് ഗ്രാനി ക്വീൻ ഓടി മാർക്കിന്റെ അടുത്തേക്ക് വരുന്നത്. ഗ്രാനി ക്വീൻ മാർക്കിൽ നിന്ന് ഏകദേശം 10 അടി അകലത്തിലെത്തിയതും ഗ്രാനി ക്വീൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിൽക്കവിടെ, നിൽക്കവിടെ. ഏയ് ഗ്രാനി, ഞാൻ അവനെ കൊണ്ടുപോവുകയാണ്. മാർക്ക്, അവൻ തോറ്റ്, അവനെ വിട്. ഗ്രാനി, നിങ്ങൾക്ക് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ നന്നായി അറിയില്ലാത്തതാണോ അതോ നിങ്ങൾ അവർ ബ്രെയിൻ വാഷ് ചെയ്തതാണ്? നിങ്ങൾ തോറ്റാൽ നിങ്ങൾ എന്നെ ആ മിസ്റ്റിക് വേൾഡിലേക്ക് കൊണ്ടുപോകുമെന്നാണ് എനിക്ക് നൽകിയ വാക്ക്. എനിക്കറിയാം ആ വാക്ക് നിങ്ങൾ പാലിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവനെ കൊണ്ടുപോകാന്ന് വെച്ചത്. ഇവനെ നിങ്ങൾക്ക് തിരികെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ ആ മിസ്റ്റിക് വേൾഡിലേക്ക് കയറ്റണം. മാർക്ക് ഫെല്ലർ സ്റ്റാൻഡ് വ്യക്തമാക്കുകയാണ്. മാർക്ക്, നീ അവനെ വിട്, അവനെ വിട്. വീണ്ടും വീണ്ടും ഗ്രാനി ക്വീൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ അവരോട് പറഞ്ഞു, ഹേയ്, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? നിങ്ങൾ എമിലിയ ബ്ലാക്കിനെ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ ഞാൻ ബ്ലാക്കിയെ നിങ്ങൾക്ക് തരാം. ഇപ്പോ ആ സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ആണ്. എമിലിയ മാർക്കിന് കൊടുത്താൽ ബ്ലാക്കി മാർക്ക് കൊടുക്കും. അതല്ലാതെ ഒരു ഒത്തുതീർപ്പിനും മാർക്ക് തയ്യാറല്ല. അങ്ങനെ മാർക്ക് പറയുമ്പോഴും മാർക്കിന്റെ ഇടത് കൈയിൽ ബ്ലാക്കി ഉണ്ട്. അത് കണ്ടതും ഗ്രാനി ക്വീൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇരുന്നേ ഒരു അടി കൂടി മുന്നോട്ട് വെച്ചാൽ നിന്നെ ഞാൻ കൊല്ലും. ഗ്രാനി, അതിനുള്ള കപ്പാസിറ്റി ഒന്നും നീക്കില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും അവര് കൈ ഒന്ന് അനക്കുകയാണ്. കൈ അനക്കിയതും അവരുടെ കയ്യിൽ
ഒരു ചെറിയ റൂളർ പ്രത്യക്ഷപ്പെട്ടു. ആ ശൈലിയിൽ ഒരു റൂളർ നേരത്തെ മാർക്ക് കണ്ടിട്ടുണ്ട്. പ്രജ്ഞ റൂളർ, ഒരു മാർഷൽ സെയിന്റ് വെപ്പൺ. അതേ ശൈലിയിലുള്ള മറ്റൊരു മാർഷൽ സെയിന്റ് വെപ്പണുമായിട്ട് ഇതാ സാക്ഷാൽ ഗ്രാനിക്കുൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ ആ മാർഷൽ സെയിന്റ് വെപ്പൺ പുറത്തെടുത്തതും ആ വെപ്പണിൽ നിന്ന് ശരിക്കും ഒരു ഓറ ചുറ്റും ഉണ്ടാവുകയാണ്. ഈ കാഴ്ച കണ്ടതും സകല ആളുകളും അറിയാതെ പുറകോട്ട് മാറിപ്പോവുകയാണ്. ലാരി ഹോംസ് പോലും പുറകോട്ട് മാറിപ്പോയി. മാർഷൽ സെയിന്റ് വെപ്പൺ കൈവശം വെച്ചിരിക്കുന്ന ഒരാളെ ആ കൂടി നിൽക്കുന്ന ആർക്കും നേരിടാൻ പറ്റില്ല. ആ മാർഷൽ സെയിന്റ് വെപ്പൺ മാർക്കിന് നേരെ ചൂണ്ടിക്കൊണ്ട് ഗ്രാനിക്കുൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവനെ വിട, ഇല്ലെങ്കിൽ നിന്നെ ഇപ്പൊ കൊല്ലും. അങ്ങനെ ഗ്രാനിക്കുൻ പറഞ്ഞതും മാർക്ക് ഗ്രാനിക്കുനോട് പറഞ്ഞു, കളകളവി പോ നോക്ക്. മാർഷൽ സെയിന്റ് വെപ്പൺ മാർക്ക് ഫെല്ലർക്ക് നേരെ ചൂണ്ടി നിൽക്കുന്ന ഗ്രാനിക്കുനോട് മാർക്ക് ഫെല്ലർ പറഞ്ഞ ആ വാചകം ശരിക്കും അവിശ്വസനീയതയോടു കൂടിയാണ് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ കേൾക്കുന്നത്. ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാചകമാണ് മാർക്ക് പറഞ്ഞത്. ദേഷ്യം വന്ന ഗ്രാനിക്കുൻ പെട്ടെന്ന് ആ മാർഷൽ സെയിന്റ് വെപ്പൺ ഒന്ന് അനക്കി. ആ നിമിഷത്തിൽ ടൺ കണക്കിന് പ്രകാശം ആ വെപ്പണിൽ നിന്ന് മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വരികയാണ്. മാർക്കിന്റെ ഇടത് കൈയിൽ ബ്ലാക്കി ഉണ്ട്. മാർക്ക് വലത് കൈയിലേക്ക് ആ ഗോൾഡൻ പ്രകാശത്തെ കൊണ്ടുവന്നിട്ട് ഒരൊറ്റ ഇടി, ആബ്സല്യൂട്ട് ബിഗിനിങ് സാക്രിഫൈസ് മാർക്ക് ആക്ടിവേറ്റ് ചെയ്ത് ഇടിച്ചതും ആ ഇടിക്കൊപ്പം ശരിക്കും ഒരു പ്രകാശവും കാറ്റും ആ സെയിന്റ് വെപ്പണിൽ നിന്ന് വരുന്ന പ്രകാശത്തിനെ പാഞ്ഞു വരികയാണ്. രണ്ടും തമ്മിൽ കൂട്ടിയിടിച്ചു. ഒരു പ്രകാശ വിസ്ഫോടനം തന്നെ അവിടെ ഉണ്ടായെന്ന് പറയാം. ആ പ്രകാശ വിസ്ഫോടനം ഉണ്ടായ ആ നിമിഷത്തിൽ സകലരും അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അറിയാതെ മുഖം പൊത്തിപ്പോവുകയാണ്. അതിശക്തമായ ഒരു പ്രകാശ പ്രസാരണം തന്നെ ചുറ്റുമുണ്ടായി. സകലരും മുഖത്തുനിന്ന് കൈയെടുക്കുമ്പോൾ അവര് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. മാർക്ക് ഫെല്ലറുടെ ആ ആബ്സല്യൂട്ട് ബിഗിനിങ് ഫിസ്റ്റ് ആ മാർഷൽ സെയിന്റ് വെപ്പണിന്റെ ആ പ്രകാശത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് വരികയും ഗ്രാനിക്കുനെയും ഗ്രാനിക്കുനിന്റെ ആ വെപ്പണെയും ആക്രമിക്കുകയും ചെയ്തിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ ആ ശക്തമായ പഞ്ച് സൃഷ്ടിച്ച പ്രകാശം ആ മാർഷൽ സെയിന്റ് വെപ്പണിൽ വന്നിടിച്ചതും ആ വെപ്പൺ ചെറു കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. ശരിക്കും ഞെട്ടലോടുകൂടിയാണ് എൻ്റെ ആളുകളും ആ കാഴ്ച കണ്ടത്. അതേ നിമിഷത്തിൽ ഗ്രാനിക്കുനും തെറിച്ചു പുറകോട്ട് വീണു. അവിശ്വസനീയമായ ഒരു കാഴ്ച സകല ആളുകളും കാണുകയാണ്. ജിനോവ ബ്ലാക്കിന്റെ ശ്വാസം നിലച്ചതുപോലെയാണ്. സെയിം വികാരത്തിലാണ് കോങ് യാനിക്കും. ഒരു മാർഷൽ സെയിന്റ് വെപ്പണെ നേരിടാൻ ഒരു മാർഷൽ സെയിന്റിന് മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ ഇതാ വെറും ഒരു മാർക്യൂസായ മാർക്ക് ഫെല്ലർ ഒരു മാർഷൽ സെയിന്റ് വെപ്പണെ ഒറ്റയിടിക്ക് തകർത്തിരിക്കുകയാണ്. വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ള സംശയം സകലർക്കുമുണ്ട്. ലാരി ഹോംസ് വല്ലാതെ അമ്പരം നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഈ ശൈലിയിൽ വളർന്നു എന്നുള്ള കാര്യം വിശ്വസിക്കാൻ ലാരി ഹോംസിന് പറ്റുന്നില്ല. പക്ഷെ ലാരി ഹോംസിന്റെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരിയുണ്ട്. ശരിക്കും ഒരു ആഹ്ലാദമുണ്ട് അയാളുടെ മുഖത്ത്. മാർഷൽ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമാണ് മാർക്ക് ഫെല്ലർ. ആ മാർക്ക് ഫെല്ലർ ഇതാ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ഗ്രാനിക്കുനെ പരസ്യമായി തോൽപ്പിച്ചിരിക്കുന്നു. അവരുടെ ആ മാർഷൽ സെയിന്റ് വെപ്പണെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ദൂരേക്ക് തെറിച്ചു വീണ ഗ്രാനിക്കുൻ ചാടി എണീക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അവരോട് പറഞ്ഞു, ഗ്രാനി, നിങ്ങൾ എന്റെ മാച്ചേ അല്ല. വെറുതെ ജീവൻ കളയാൻ നിൽക്കാതെ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കും. നിങ്ങൾ പോയി നിങ്ങളുടെ ഹയറപ്സുമായിട്ട് ആലോചിക്കും. എമിലി ബ്ലാക്കിനെ എനിക്ക് നൽകിയാൽ ബ്ലാക്കിയെ ഞാൻ നിങ്ങൾക്ക് നൽകാം. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ അതിവേഗം മീശയ്ക്ക് നേരെ നടക്കുകയാണ്. മീശയും മാർക്ക് ഫെല്ലറും കൂടി കാറിൽ നേരെ അവരുടെ ആ ജിങ്ദുവിലുള്ള ബിൽഡിങ്ങിലേക്ക് എത്തി. ജിങ്ദു മാർഷൽ ആർട്സ് അക്കാഡമിയുടെ അകത്തേക്ക് അവർ പോയില്ല. അവർ വാടകയ്ക്കെടുത്തിരിക്കുന്ന ബിൽഡിങ്ങിലേക്കാണ് രണ്ടുപേരും എത്തിയത്. ആ ബിൽഡിങ്ങിലെ ഒരു ചെറിയ മുറിയിൽ ബ്ലാക്കിയെ കൊണ്ട് അടച്ചിട്ട മാർക്ക് ഫെല്ലർ മീശയോട് പറഞ്ഞു, മീശ ഇവനെ കാര്യമായി നോക്കിക്കൊള്ളണം. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ ബ്ലാക്കിയുടെ ബോഡിയിൽ പല സ്ഥലത്തും ഒന്ന് സ്പർശിച്ചു. ബ്ലാക്കിയുടെ ആ പരിക്കുകൾ അതിവേഗം ഭേദമാക്കാൻ വേണ്ടിയാണ് മാർക്ക് ഫെല്ലർ ആ ആക്ടിവിറ്റി ചെയ്തത്. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് സ്പിരിച്വൽ എനർജി ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലാക്കിയുടെ ബോഡിയിലേക്ക് കയറുകയാണ്. അവന്റെ സകല അക്യുപങ്ചർ പോയിന്റുകളും ഏതാണ്ട് തകർന്ന് തരിപ്പണമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ സീൽ ചെയ്ത് അവന്റെ ബോഡിയിൽ ഊർജത്തിന്റെ ഒരു ഓട്ടം ശരിയാക്കിയതിനു ശേഷം മാർക്ക് വീണ്ടും മീശയോട് പറഞ്ഞു, മീശ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? മാർക്കിന് തോന്നുന്നു ആ ഗ്രാനിക്കുൻ ശരിക്കും സമ്മതിക്കൂ. ബ്ലാക്കിയെ മുറിയിൽ അടച്ചിട്ട് മാർക്കും മീശയും കൂടി
പുറത്ത് കോറിഡോറിൽ എത്തുമ്പോൾ മീശ മാർക്കിനോട് അങ്ങനെയാണ് ചോദിച്ചത്. മീശയുടെ ചോദ്യം കേട്ടതും മാർക്ക് മീശയോട് പറഞ്ഞു, ലെറ്റ്സ് വെയിറ്റ്. എനിക്ക് തോന്നുന്നത് ഈ ബ്ലാക്കിയോട് ഗ്രാനിക്ക് വല്ലാത്തൊരു അടുപ്പമുണ്ടെന്നാണ്. അവര് വിവാഹിതയല്ല, അവർക്ക് കുട്ടികളുമില്ല. പക്ഷേ അവർക്ക് മകനെ പോലെയാണ് ഈ ബ്ലാക്കിക്ക് വേണ്ടി അവർ എന്തും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർക്ക് പറഞ്ഞ അതേ മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഗ്രാനി ക്വീൻ. ജിങ്ദു മാർഷൽ ആർട്സ് അക്കാഡമിയിൽ അവരുടെ മുറിയിലേക്ക് മടങ്ങിയെത്തിയ ഗ്രാനി ക്വീൻ വല്ലാതെ അസ്വസ്ഥതയോടുകൂടി അവർ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എത്രയോ കാലങ്ങളായിട്ട് അവർ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഭാഗമാണ്. അസോസിയേഷന് വേണ്ടി 100,000 കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നത്. അവര് അതൊക്കെ ആലോചിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതം തന്നെ അസോസിയേഷന് വേണ്ടി ഹോമിച്ചതാണ്. ആ അസോസിയേഷൻ എന്റെ ബ്ലാക്കി രക്ഷിക്കില്ലേ? ആ അസോസിയേഷൻ എനിക്ക് വേണ്ടി ബ്ലാക്കി വീണ്ടെടുത്ത് തരില്ലേ? ആ ചോദ്യമാണ് അവര് പല ആവർത്തി ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അവർ പോലും അറിയാതെ ഒരു കാര്യം കടന്നു വരികയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഒരു ബേസിക് സ്വഭാവം ഗ്രാനി ക്വീനിന് അറിയാം. യൂസ് ആൻഡ് ത്രോ. അതാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രധാന മോട്ടോ തന്നെ. ഉപയോഗമുണ്ടെങ്കിൽ കൂടെ നിർത്തുക, ഉപയോഗമില്ലെന്ന് തോന്നിയാൽ വലിച്ചെറിയുക. ഗ്രാനി ക്വീനെയും ബ്ലാക്കിയും ആ ശൈലിയിലെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ സമീപിക്കത്തുള്ളൂ. ഹാരപ്സിനോട് ബ്ലാക്കിക്ക് പകരം എമിലി ബ്ലാക്കിനെ വിട്ടുകൊടുക്കാൻ ഗ്രാനി ക്വീൻ ആവശ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഗ്രാനിക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. ഒരു കാരണവശാലും ഹാരപ്സ് ബ്ലാക്കിക്ക് പകരം എമിലി ബ്ലാക്കിനെ വിട്ടുകൊടുക്കില്ല. എമിലി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ തുറുപ്പ് ചീട്ടാണ്. ആ തുറുപ്പ് ചീട്ടിന് വേണ്ടി അവർ സകലതും വേണ്ടാതെ വെക്കും. ആ കാര്യം ഉറച്ചതും ഗ്രാനി ക്വീൻ ഫോൺ എടുത്ത് മാർക്ക് ഫെല്ലറെ വിളിച്ചു. ഫോൺ കണക്ട് ആയതും അവർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്റെ ബ്ലാക്കി എനിക്ക് വേണം. ഗ്രാനി, ഞാൻ എന്റെ അഭിപ്രായം നിങ്ങളോട് വ്യക്തമാക്കിയതാണ്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ബ്ലാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് എമിലി ഹാൻഡ് ഓവർ ചെയ്യണം. മാർക്ക് വീണ്ടും മാർക്കിന്റെ ഡിമാൻഡ് വ്യക്തമാക്കിയതും ഗ്രാനി ക്വീൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നാളെ രാവിലെ 8 മണിക്ക് നീ ജിങ്ദു മൗണ്ടനിൽ വാ, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. മാർക്ക് ഫെല്ലർ ഗ്രാനി ക്വീനിന്റെ ആ കോള് വരുന്നതുവരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. ശരിക്കും ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ മാർക്കിന്റെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടിരുന്നു. ബ്ലാക്കിയെ വേണ്ടാന്ന് വെച്ചിട്ട് ഗ്രാനി ക്വീൻ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനൊപ്പം നിൽക്കുമോ എന്നൊരു പേടി മാർക്കിനുണ്ടായിരുന്നു. മാർക്കിന്റെ തുറപ്പ് ചീട്ടാണ് ബ്ലാക്കി. ബ്ലാക്കിയെ മുന്നിൽ നിർത്തി മാത്രമേ മാർക്കിന് ഗ്രാനി ക്വീനെ വരച്ചു വരയിൽ നിർത്താൻ പറ്റൂ. ഗ്രാനി ക്വീൻ വിചാരിച്ചാൽ മാത്രമേ മാർക്കിന് ആ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടക്കാൻ പറ്റും. ഷിയ ഹാങ്ങിന് ആ മിസ്റ്റിക് വേൾഡുമായി ഒരു ബന്ധവുമില്ല. മിസ്റ്റിക് വേൾഡ് ഉണ്ടെന്നുള്ള കാര്യം മാത്രമാണ് ഷിയ ഹാങ്ങിന് അറിയാവുന്നത്. പക്ഷെ അത് എവിടെയാണെന്നോ അതിന്റെ ഓപ്പണിംഗ് എന്താണെന്നോ ഒന്നും ഷിയക്ക് അറിയത്തില്ല. ആ മിസ്റ്റിക് വേൾഡിനെ കുറിച്ച് അറിയാവുന്ന ഏക കക്ഷിയായ ഗ്രാനി ക്വീൻ വീഴുമോ ഇല്ലയോ, ആ ഒരു ചോദ്യം ആ ദിവസം മുഴുവൻ മാർക്കിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഗ്രാനി ക്വീനിന്റെ കോള് കട്ടായതും മാർക്ക് ശരിക്കും സന്തോഷത്തോടുകൂടി ഓടി മീശയുടെ അടുത്തേക്ക് വന്നു. മീശ ആ സമയത്ത് ബ്ലാക്കിയുടെ അടുത്തിരിക്കുകയാണ്. ബ്ലാക്കി സാവധാനം ബോധം വീണ്ടെടുത്തിട്ടുണ്ട്. മാർക്കിന്റെ മുഖത്തെ സന്തോഷം കണ്ടതും മീശ മാർക്കിനോട് ചോദിച്ചു, എന്തായി? അതൊക്കെ ഉണ്ട് മീശ. അങ്ങനെ മാർക്ക് പറയുമ്പോൾ ബ്ലാക്കി ഒന്ന് മുരളുന്നത് മാർക്ക് കണ്ടു. മാർക്ക് ബ്ലാക്കി ഒന്ന് നോക്കിയിട്ട് മീശയോട് പറയുകയും ചെയ്തു, ഇവൻ ശരിക്കും ശക്തൻ തന്നെയാണ്. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും ബ്ലാക്കി ഒന്ന് കണ്ണു തുറന്നു. ബ്ലാക്കി കണ്ണു തുറന്ന് കണ്ടതും മാർക്ക് ബ്ലാക്കിയോട് ചോദിച്ചു, ബ്ലാക്കി, ഈ ഡീമൺ സ്പിരിറ്റ് എവിടെ നിന്ന് കിട്ടും? മാർക്കിന്റെ കൂട്ടുകാരി വിന്നി ഫാങ് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് അബോധാവസ്ഥയിലാണ്. അവള് ഏതാണ്ട് കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. വിന്നി ഫാങ്ങിനെ തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്താണെന്ന് മാർക്ക് ഹെക്ടർ ടെങ്ങിനോട് ചോദിച്ചപ്പോൾ ഹെക്ടർ മാർക്കിനോട് പറഞ്ഞത് ഡീമൺ സ്പിരിറ്റ് ആണ് അതിന്റെ മരുന്നെന്നാണ്. ആ ഡീമൺ സ്പിരിറ്റ് എവിടെ കിട്ടുമെന്നാണ് മാർക്ക് ഇപ്പോൾ ബ്ലാക്കിയോട് ചോദിച്ചത്. മാർക്കിന്റെ ചോദ്യം കേട്ടതും ബ്ലാക്കി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരുമെന്നാണ് നീ കരുതുന്നത്? ബ്ലാക്കിയുടെ ആ ചോദ്യത്തിന് മാർക്ക് ഫെല്ലർ മറുപടി പറയാനായിട്ട് പോയപ്പോൾ മീശയുടെ ആ മാന്ത്രിക നിലവറയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടതും മീശ ആ മാന്ത്രിക നിലവറയിൽ നിന്ന് ഒരു വലിയ ജാറെടുത്ത് പുറത്തേക്ക് വെച്ചു. ശരിക്കും അടിപൊളി ഒരു ജാറ് ആ മുറിയിൽ മീശ എടുത്തു വെച്ചതും മാർക്ക് ആ ജാറിനകത്ത് കിടക്കുന്ന ആളിലേക്ക് നോക്കി. അത് സാക്ഷാൽ ഹോച്ച്മനാണ്. ഷെങ്കിങ്ഡത്തിൽ വെച്ച് മാർക്കിന് കോമ്പറ്റീഷൻ നൽകിയ അതേ ആ ഡോക്ടർ.
അയാളെ ആ ജാറിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. ജാറിനകത്തുള്ള ഹോച്ചുവിനെ കണ്ടാൽ ഇപ്പോൾ ഒരു മനുഷ്യരൂപിയാണെന്ന് ആരും പറയില്ല. ആ ശൈലിയിൽ അവൻ്റെ ബോഡി ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അവൻ്റെ ബുദ്ധിമുട്ട് കണ്ടതും മാർക്ക് മീശയോട് അവനെ പുറത്തിറക്കാൻ പറഞ്ഞു. മീശ അവനെ പുറത്തിറക്കി വെച്ചു. അവൻ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. ഒരു വല്ലാത്ത ഭയം അവൻ അനുഭവപ്പെടുന്നു. മാർക്ക് ഹോച്ചുവിനോട് പറഞ്ഞു, ഹോച്ചുവിൻ, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കുന്നു ഇല്ലയോ? മാർക്ക് ഫെല്ലർ അവനോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ആ കാര്യം അവൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് അവനെ ആ ജാറിനകത്ത് ഇട്ടിരുന്നത്. മാർക്ക് അത് ഓർമ്മിപ്പിച്ചതും ശരിക്കും ക്ഷീണിതനായ വിറയ്ക്കുന്ന ഹോച്ചുവിൻ അവൻ്റെ വലത് കൈ ഒന്ന് തുറന്നു. അവൻ്റെ വലത് കൈ അവൻ ആകാശത്ത് അങ്ങനെ മലർത്തി പിടിച്ചതും ആ കയ്യിൽ നിന്ന് ഒരു ഫ്ലെയിം പുറത്തേക്ക് വന്നു. ഒരു പർപ്പിൾ നിറത്തിലുള്ള ഫ്ലെയിം. മാർക്ക് ഫെല്ലറുടെ കയ്യിൽ ഉണ്ടാകുന്ന അതേ ശൈലിയിലുള്ള ഒരു ഫ്ലെയിം. പക്ഷെ മാർക്കിൻ്റെ ഫ്ലെയിമിൻ്റെ അത്രയും ശക്തമല്ല ഹോച്ചുവിൻ്റെ ആ ഫ്ലെയിം. ആ ഫ്ലെയിം ഹോച്ചുവിൻ കയ്യിൽ അങ്ങനെ പിടിച്ചതും മാർക്ക് ഫെല്ലറുടെ കൈ ഒന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറുടെ കയ്യിൽ ശരിക്കും ശക്തമായ ഒരു പർപ്പിൾ ഫ്ലെയിം ഉണ്ടായി. ആ പർപ്പിൾ ഫ്ലെയിം മാർക്ക് ഹോച്ചുവിൻ്റെ കൈയുടെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഹോച്ചുവിൻ്റെ കൈയുടെ മുകളിലേക്ക് മാർക്കിൻ്റെ കൈ വന്നതും മാർക്കിൻ്റെ ഫ്ലെയിം ഹോച്ചുവിൻ്റെ ആ ഫ്ലെയിമിനെ പൂർണ്ണമായും അങ്ങ് വിഴുങ്ങി എന്ന് പറയാം. അതിന് ചുറ്റും ഒരു വലയുണ്ടാക്കി. ഹോച്ചുവിൻ്റെ കയ്യിലെ ശക്തമായ ആ പർപ്പിൾ ഫ്ലെയിമിനെ മാർക്ക് ഫെല്ലറുടെ പർപ്പിൾ ഫ്ലെയിം അങ്ങനെ വലയം ചെയ്തതും മാർക്ക് ഫെല്ലർ കൈ ഉയർത്തി ഹോച്ചുവിൻ്റെ തലയിൽ ഒരൊറ്റ തട്ട്. ആ നിമിഷത്തിൽ അവൻ്റെ തല രണ്ടായി അങ്ങ് പിളർന്നു. ശരിക്കും മാർക്ക് അവനെ ഒറ്റയടിക്ക് കൊല്ലുകയായിരുന്നു. ആ നിമിഷത്തിൽ മാർക്കിൻ്റെ ഇടത് കൈ ഹോച്ചുവിൻ്റെ ആ കൈ അങ്ങ് വെട്ടിയെടുത്തു. ഹോച്ചുവിൻ്റെ ആ ഫ്ലെയിമുള്ള കൈ ഇപ്പോൾ മാർക്കിൻ്റെ കയ്യിലിരിക്കുകയാണ്. ആ കയ്യിലെ ഫ്ലെയിമിനെ മാർക്കിൻ്റെ ആ ഫ്ലെയിം പൂർണ്ണമായും അങ്ങ് ആഗിരണം ചെയ്തു. ആ ഫ്ലെയിമിനെ മാർക്കിൻ്റെ ഫ്ലെയിം ആഗിരണം ചെയ്ത് കഴിഞ്ഞതും മാർക്കിൻ്റെ കൈ മാർക്ക് ഒന്നുകൂടെ തുറന്നു. ആ നിമിഷത്തിൽ നേരത്തെ മാർക്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പർപ്പിൾ ഫ്ലെയിമിനേക്കാൾ മാർക്കിൻ്റെ കയ്യിലെ പർപ്പിൾ ഫ്ലെയിം വലുതായിരിക്കുകയാണ്. പർപ്പിൾ ഫ്ലെയിമും ഇന്റേണൽ എനർജി തമ്മിൽ ലേശം വ്യത്യാസമുണ്ട്. പർപ്പിൾ ഫ്ലെയിം വലുതാകാൻ പർപ്പിൾ ഫ്ലെയിമുകൾ വിഴുങ്ങുകയല്ലാതെ വേറെ മാർഗമില്ല. മാർക്ക് ഫെല്ലർ ആ കാര്യം ഈ അടുത്ത കാലത്താണ് മാർക്കിന്റെ അച്ഛൻ്റെ ലൈബ്രറി വഴി വായിച്ചറിഞ്ഞത്. ആ നിമിഷം മുതൽ ഒരു പർപ്പിൾ ഫ്ലെയിം കാണാൻ വേണ്ടി മാർക്ക് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഷെങ് കിങ്ഡത്തിൽ വെച്ച് ഈ ഹോച്ചുവിനെ മാർക്ക് കാണുന്നത്. ആ നിമിഷത്തിൽ തന്നെ മാർക്ക് ഹോച്ചുവിനെ നോട്ടമിട്ടതാണ്. ഹോച്ചുവിന്റെ പർപ്പിൾ ഫ്ലെയിം മാർക്ക് ആഗിരണം ചെയ്ത് കഴിഞ്ഞതും മാർക്ക് കൈ ഉയർത്തി ഹോച്ചുവിനെ ആ ബോഡി അങ്ങ് ദഹിപ്പിച്ചു. മാർക്കിന്റെ പർപ്പിൾ ഫ്ലെയിമിന്റെ ശക്തി ആ ബോഡി ദഹിപ്പിക്കുമ്പോൾ മീശയും കാണുന്നുണ്ട്. മാർക്കിന്റെ ശക്തി വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. മീശ കൗതുകത്തോടെ മാർക്കിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, നാളെ നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. മാർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്യാം. മീശ യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർക്കൊപ്പം ന്യൂ സെലസ്റ്ററിലെ ആ ജിങ്തു മേഖലയിൽ തമ്പടിച്ച് നിൽക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്, ആ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടക്കാൻ. മീശയ്ക്ക് മിസ്റ്റിക് വേൾഡിലേക്ക് കടക്കാനുള്ള മാർഗം അറിയത്തില്ല. അതുകൊണ്ടാണ് മാർക്കിനെ കമ്പനി അടിച്ചിരിക്കുന്നത്. ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ കയ്യിലുള്ള മിസ്റ്റിക് വേൾഡുകളിൽ ഒരുപാട് സമ്പത്തുകൾ ഒളിച്ചു വെച്ചിട്ടുണ്ടാകുമെന്ന് മീശയ്ക്ക് നന്നായിട്ട് അറിയാം. മിസ്റ്റിക് വേൾഡിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റിയാൽ അതൊക്കെ അടിച്ചു മാറ്റാൻ മീശയ്ക്ക് അധികം ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. മാർക്ക് ഫെല്ലറോട് മാത്രമേ ആ ആഗ്രഹം നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് മീശ മാർക്കിനൊപ്പം നിൽക്കുന്നത്. മാർക്ക് മീശയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചിട്ട് പിറ്റേന്ന് രാവിലെ 8 മണിയായപ്പോൾ ജിങ്തു മൗണ്ടനിലെത്തി. മാർക്ക് അവിടെ ചെല്ലുമ്പോൾ സാക്ഷാൽ ഗ്രാനി ക്വീൻ അവിടെ ഉണ്ട്. ഗ്രാനി ക്വീൻ മാർക്കിനെ കണ്ടോടെ ചോദിച്ചു, മാർക്ക്, എവിടെ ബ്ലാക്കി? ഗ്രാനി, ബ്ലാക്കിയൊക്കെ സുരക്ഷിതമായി എൻ്റെ കയ്യിലുണ്ട്. മാർക്ക്, ബ്ലാക്കി കാണാതെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നോക്കൂ ഗ്രാനി, നിങ്ങൾ എമിലിയെ എനിക്ക് കാണിച്ചു തന്നു. മാർക്കിന്റെ ചോദ്യം കുറിക്കൊള്ളുന്ന ചോദ്യമാണ്. എമിലി ബ്ലാക്ക് സുരക്ഷിതയാണെന്ന് മാർക്കിനെ ബോധ്യപ്പെടുത്താൻ ഗ്രാനി ഇതുവരെയും എമിലിയെ മാർക്കിനെ കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. മാർക്ക് അങ്ങനെ പറഞ്ഞതും അവർ ഒരു തൊപ്പി എടുത്ത് മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. മാർക്ക് ഈ തൊപ്പി വെച്ചു. മാർക്കിന് ആ തൊപ്പിയുടെ ആക്ടിവിറ്റിയെ കുറിച്ച് അറിയാം. ആ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ഫെല്ലറെ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതൊരു മാന്ത്രിക തൊപ്പിയാണ്. മാർക്കിന് ആദ്യമായി ആ മാന്ത്രിക തൊപ്പി കൊടുത്തത് മാർക്കിന്റെ കൂട്ടുകാരി വിന്നി ഫാങ് ആണ്. മാർക്ക് ആ തൊപ്പി വെച്ച് ഗ്രാനി ക്വീനൊപ്പം അവിടുന്ന് നേരെ നടന്ന് ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷനിലെത്തി. ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷൻ ശരിക്കും കാവലുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഗ്രാനി ക്വീനെ കണ്ടതും ആ കാവൽക്കാർ വേഗം മാറിക്കൊടുക്കുകയാണ്.
ഗ്രാനിക്കുനും മാർക്കും കൂടി അസോസിയേഷന് അകത്തേക്ക് കടന്നു. അവര് നടന്നെത്തിയത് ആ വിശാലമായ ഹാളിലാണ്. മാർക്ക് ഫെല്ലർ നേരത്തെ ആ ഹാളിൽ വന്നിട്ടുണ്ട്. ആ ഹാളിനോട് അനുബന്ധിച്ചാണ് കോൺഫറൻസ് റൂമൊക്കെ ഉള്ളത്. മാർക്ക് ഫെല്ലർ ആ ഹാളിലൂടെ നടന്ന് കോറിഡോറിലേക്ക് കടന്നു. ഗ്രാനിക്കുനും മാർക്കും കൂടി കോറിഡോറിലൂടെ നടന്നെത്തിയത് ഒരു ചെറിയ ഹാളിലേക്കാണ്. ആ കോറിഡോറിൽ നിന്ന് ഇടത്തേക്ക് പോകുന്ന വഴിയിലാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഗേറ്റ്. മാർക്ക് പിന്നീട് പോയിട്ടുള്ളത് ആ ഗേറ്റ് വഴി അകത്തേക്കാണ്. വലത് ഭാഗത്തേക്ക് ആ ചെറിയ ഹാൾ വഴി എത്തുന്ന സ്ഥലത്തേക്ക് മാർക്ക് ഫെല്ലർ ഇതുവരെയും പോയിട്ടില്ല. മാർക്ക് ഗ്രാനിക്കുനെ അനുഗമിച്ച് ആ ചെറിയ ഹാളിലൂടെ പുറത്തിറങ്ങി വിശാലമായ ഒരു കോറിഡോറിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ മാർക്ക് വല്ലാതെ അമ്പരന്ന് പോവുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനകത്ത് ഈ ശൈലിയിലുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം മാർക്കിന് അറിവുള്ളതല്ല. ആ ഭാഗത്തൂടെ മാർക്ക് അങ്ങനെ നടക്കുമ്പോൾ മാർക്കിന്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത് ഒരു ലൈബ്രറിയാണ്, സ്ക്രിപ്ചർ ലൈബ്രറി. ആ സ്ക്രിപ്ചർ ലൈബ്രറിയിൽ കടക്കാൻ ഒരു അവസരം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഭാഗമായി അക്കാഡമിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാമെന്ന് ഷിയാഹാങ് അനൗൺസ് ചെയ്തതാണ്. മാർക്ക് ആ ലൈബ്രറി കണ്ടപ്പോൾ അതാണെന്ന് ആലോചിച്ചത്. ഒരുപാട് കാര്യങ്ങൾ ആ ലൈബ്രറിയിൽ ഉണ്ടെന്നും ആ ലൈബ്രറി മാർക്കിന് ഉപയോഗപ്പെടുമെന്നും മാർക്കിന് അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് മാർക്കിനോട് ഷിയാഹാങ് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ലൈബ്രറി ഇവിടെ ഈ ഭാഗത്താണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മാർക്ക് അറിയുന്നത്. മാർക്ക് ആ ലൈബ്രറിയിൽ ഒന്ന് നോക്കി ഗ്രാനിക്കുനൊപ്പം നടക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും അനവധി ആളുകൾ താമസിക്കുന്ന വീടുകൾ മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വിശാലമായ കോമ്പൗണ്ടുകളുള്ള അനവധി വസതികൾ ഇരുഭാഗത്തുമുണ്ട്. അവർ ആ വസതികൾക്കിടയിലുള്ള റോഡിലൂടെയാണ് നടക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും മാർക്ക് ഫെല്ലറും ഗ്രാനിക്കുനും കൂടി നടന്നു കാണും. അപ്പോഴാണ് രണ്ട് ചെറുപ്പക്കാർ അവിടെ മുന്നിലേക്ക് വന്നത്. ഗ്രാനി, ഇതെങ്ങോട്ടാ പോകുന്നേ? ഞാൻ എവിടേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഗ്രാനിക്കുന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടതും ആ ചെറുപ്പക്കാർ ലേശം ഒന്ന് ഞെട്ടിയെന്ന് പറയാം. ആ ചെറുപ്പക്കാർ പെട്ടെന്ന് ഗ്രാനിയോട് ചോദിച്ചു, ഗ്രാനി, അതല്ല, ഇയാളാരാ? ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ കൂടെ വരുന്ന ആളിനെ നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കുണ്ടോ? ഗ്രാനി ശരിക്കും ദേഷ്യത്തോടെ അങ്ങനെ ചോദിച്ചതും ആ ചെറുപ്പക്കാർ ഒന്നും ഇടാതെ പുറകോട്ട് മാറി. ഗ്രാനിയും മാർക്കും കൂടി ആ ചെറുപ്പക്കാരെ കടന്നതും മാർക്ക് ഫെല്ലർ ആ രണ്ട് ചെറുപ്പക്കാരുടെയും കോർണറിലൊന്ന് പിടിച്ചു. ഗ്രാനിക്കുൻ മാർക്കിന് മുന്നേ നടക്കുകയാണ്. ശബ്ദം കേട്ട് ഗ്രാനി തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ ഗ്രാനിയോട് സംസാരിച്ച ആ രണ്ട് ചെറുപ്പക്കാരും തല പൊട്ടി താഴെ വീണ് കിടക്കുന്നതാണ് ഗ്രാനിക്കുൻ കാണുന്നത്. മാർക്ക് ആ രണ്ട് ചെറുപ്പക്കാരെയും ഷോൾഡർ പിടിച്ച് തൂക്കിയെടുത്ത് തലകൾ തമ്മിൽ ചേർത്തൊരൊറ്റ ഇടിയിടിക്കുകയായിരുന്നു. മാർക്ക്, എന്താ നീ ചെയ്തത്? ഗ്രാനി, ഇവന്മാർ എന്നെ കണ്ട സ്ഥിതിക്ക് മറ്റാരോടെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്താലോ? ഗ്രാനിക്കുനോടുള്ള മാർക്കിന്റെ ചോദ്യം ശരിക്കും അർത്ഥവത്തായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയണം എന്നറിയാതെ ഗ്രാനിക്കുൻ ശരിക്കും അമ്പരന്ന് നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലറുടെ കൈ ഒന്ന് ഉയർത്തി. മാർക്കിന്റെ കയ്യിലേക്ക് അതിശക്തമായ പർപ്പിൾ ഫ്ലെയിം ആ നിമിഷം തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഫ്ലെയിം കയ്യിലേക്ക് വന്നതും മാർക്ക് ഫ്ലെയിം താഴെ വീണ് കിടക്കുന്ന ആ ബോഡിയിലേക്ക് ഒന്ന് കൊണ്ടുവന്നു. നിമിഷ നേരം കൊണ്ട് ആ രണ്ട് ബോഡിയും ശരിക്കും അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമായെന്ന് പറയാം. ആ ബോഡി കിടന്ന സ്ഥലം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആ ഫ്ലെയിം ആ ബോഡികളെ തിന്നുകയായിരുന്നു. ഗ്രാനിക്കുൻ ആ കാഴ്ച കണ്ട് ഏതാണ്ട് ഞെട്ടി തരിച്ചു നിൽക്കുകയാണ്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഗ്രാനിക്കുൻ മാർക്കിനോട് പറഞ്ഞു, ബാ. ഗ്രാനിക്കുനും മാർക്ക് മുന്നോട്ട് നടക്കുമ്പോൾ മാർക്ക് കണ്ണടച്ചു പിടിച്ച് അവിടുത്തെ സ്പിരിച്വൽ എനർജി ഒന്ന് ഫോളോ ചെയ്യുകയാണ്. മാർക്കിനെ ഇപ്പോ ആ പാത്ത് പിടികിട്ടുന്നുണ്ട്. മിസ്റ്റിക് വേൾഡിലേക്കുള്ള പാത്ത് മാർക്കിനെ കൃത്യമായും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രാനിക്കുനും മാർക്കും കൂടി ഏകദേശം ഒരു 7-8 മിനിറ്റ് നടന്നു കാണും. പെട്ടെന്ന് മാർക്ക് കണ്ണു തുറന്നു. മാർക്ക് കണ്ണു തുറക്കുമ്പോൾ ഗ്രാനിക്കുൻ നിൽക്കുകയാണ്. ഗ്രാനിക്കുനോടായി മാർക്ക് ചോദിച്ചു, ഇവിടെയല്ലേ? മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഗ്രാനിക്കുൻ തൊട്ടു മുന്നിലുള്ള ആ അന്തരീക്ഷത്തിൽ കൈ വെറുതെ ഒന്ന് വെച്ചു. ആ അന്തരീക്ഷത്തിൽ മറുഭാഗത്ത് എന്തോ ഉണ്ടെന്ന് ആ കൈ വെക്കുന്ന കാണുന്ന ആർക്കും തോന്നും. അവരെ കൈ വെച്ചിട്ട് എന്തോ മന്ത്രം ചൊല്ലുകയാണ്. അവരെ എന്ത് മന്ത്രമാണ് ചൊല്ലുന്നത് അറിയാൻ വേണ്ടി മാർക്ക് ശ്രദ്ധിച്ച് അവരുടെ വായിലേക്ക് നോക്കുമ്പോൾ മാർക്കിന് കേൾക്കാൻ പറ്റാത്തത്ര ശബ്ദം കുറച്ചിട്ടാണ് അവർ ആ മന്ത്രം ചൊല്ലിയത്. അവിടെ ചുണ്ടിന്റെ അനക്കം മാത്രമേ മാർക്കിന് കാണാൻ പറ്റുന്നുള്ളൂ. വാക്കുകൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. മാർക്ക് ഫെല്ലർ അങ്ങനെ ആ ചുണ്ടിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗ്രാനിക്കുനിന്റെ ഇടത് കൈ ഇരുന്ന ഭാഗത്ത്
ഒരു പ്രകാശം ഉണ്ടായി വന്നു. ശരിക്കും വൃത്താകൃതിയിൽ ആ പ്രകാശം വലുതായി വരികയാണ്. നിമിഷ നേരം കൊണ്ടാണ് അവിടെ വൃത്താകൃതിയിലുള്ള ഒരു വാതിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ വാതിൽ പ്രത്യക്ഷപ്പെട്ട അതേ നിമിഷത്തിൽ ഗ്രാനി ക്വീൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അകത്തേക്ക് അടക്കാം. ഗ്രാനി ക്വീൻ അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഒന്നിച്ച് ആ വാതിൽ വഴി അകത്തേക്ക് അടക്കാൻ പോയ ആ നിമിഷത്തിൽ പെട്ടെന്ന് ആ വാതിൽ ഒന്ന് മങ്ങി തുടങ്ങി. ആ വാതിൽ മങ്ങി തുടങ്ങുന്ന കണ്ട ആ നിമിഷത്തിന് ഗ്രാനി ക്വീൻ പെട്ടെന്ന് തറയിലേക്ക് മുട്ടുകുത്തി തറയിലേക്ക് തല താഴ്ത്തി ഗ്രാനി ക്വീൻ തല ഉയർത്തി ഉറക്കെ പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഗ്രാനി ക്വീൻ പറയുമ്പോഴേക്കും നേരത്തെ വാതിൽ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്തിന് സമീപത്തായി ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ഒരു ആചാരബാഹുവായ ഒരാളാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ ആളെ കണ്ടതും ഗ്രാനി ക്വീൻ ഉറക്കെ ആ ആളോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. ഗ്രാനി, നിനക്ക് ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ നിയമങ്ങൾ നന്നായി അറിയാവുന്നതല്ലേ, എന്നിട്ടും നീ എന്തായി കാണിച്ചത്? ആ രൂപം അങ്ങനെ ചോദിച്ചതും ഗ്രാനി ക്വീൻ ആ രൂപത്തോട് പറഞ്ഞു, ക്ഷമിക്കണം, ഈ മാർക്ക് ഫെല്ലർ എൻ്റെ ബ്ലാക്കിയെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ബ്ലാക്കിയെ തിരിച്ചു പിടിക്കാനായി ഇതല്ലാതെ വേറെ മാർഗം ഒന്നും എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഗ്രാനി ക്വീൻ, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ രൂപം വീണ്ടും അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ രൂപത്തോട് ചോദിച്ചു, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. മാർക്ക് ഫെല്ലർ, നീ ആരോടോ സംസാരിക്കുന്നത് അറിയാവോ? കളവാ, നിന്നോടൊക്കെ സംസാരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. മാർക്ക് ഫെല്ലർ അയാളെ കള്ളക്കിളവ എന്ന് വിളിച്ചപ്പോ ശരിക്കും ഗ്രാനി ക്വീനും ആ മനുഷ്യനും ഒരുപോലെ ഞെട്ടിയെന്ന് പറയാം. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ആളെ മാർക്ക് ഫെല്ലർ വിളിക്കുമെന്ന് അയാൾ അമ്പരപ്പോടെ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാവോ? നീ ആരാണെങ്കിലും എനിക്കെന്താ? നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ നിന്നെ ഞാനെന്തിനാ ഭയക്കുന്നത്? അങ്ങനെ മാർക്ക് പറഞ്ഞതും അയാളുടെ മുഖത്ത് അത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിലുള്ള ഒരു ഭാവം ഉണ്ടായി. മാർക്കിന്റെ മനസ്സിൽ ചില കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു, ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഉത്തരം ആ മുഖത്തെ ഭാവമാറ്റത്തിൽ നിന്ന് മാർക്ക് ഏതാണ്ട് വായിച്ചെടുത്തു എന്ന് പറയാം. മാർക്ക് ഫെല്ലർ പെട്ടെന്ന് കൈയെന്ന് ഉയർത്തി ഒരു ഒറ്റ ഇടി മാർക്കിന്റെ തൊട്ടുമുന്നിൽ കാണുന്ന രൂപത്തിന് നേരെ മാർക്ക് അതിശക്തമായി ആഞ്ഞൊന്നിടിച്ചതാണ്. ആ നിമിഷത്തിൽ ആ രൂപം കഷ്ണമായി അങ്ങ് ചിതറി. ശരിക്കും അതൊരു ഇമേജ് മാത്രമായിരുന്നു. മാർക്ക് ഫെല്ലർ ആ രൂപത്തെ ഇടിച്ച് ആ ശൈലിയിൽ ചിതറിച്ചപ്പോൾ വിശ്വസിക്കാനാവാത്തൊരു ഭാവത്തോടെ ഗ്രാനി ക്വീൻ മാർക്കിനെ അമ്പരന്ന് നോക്കുകയാണ്. തന്നെ അമ്പരന്ന് നോക്കുന്ന ഗ്രാനി ക്വീനോടായി മാർക്ക് പറഞ്ഞു, ഗ്രാനി, എനിക്ക് എമിലിയുടെ അടുത്ത് പോകണം. മാർക്ക്, സോറി, എന്നെ കൊണ്ട് ഇത്രയും പറ്റത്തുള്ളൂ. മാർക്ക്, എന്റെ ബ്ലാക്ക് തിരിച്ച്. ഗ്രാനി, അതങ്ങനെ ശരിയാവും? നിങ്ങളല്ലേ പറഞ്ഞത് എമിലി എനിക്ക് തരാമെന്ന്. എമിലി എനിക്ക് തരാതെ ബ്ലാക്ക് ഞാനെങ്ങനെയാ നിങ്ങൾക്ക് തരിക? മാർക്ക്, എനിക്ക് ബ്ലാക്ക് കിട്ടിയേ പറ്റൂ, എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ. അങ്ങനെ ഗ്രാനി ക്വീൻ തീർത്തു പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഗ്രാനിയെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. മാർക്ക് വന്ന വഴി അതിവേഗം പുറത്തേക്ക് പോവുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അകത്തേക്ക് നടന്നു പോകുന്ന മാർക്ക് ഫെല്ലറെ കണ്ണു വയ്ക്കാതെ നോക്കി നിൽക്കുകയാണ് ഗ്രാനി ക്വീൻ. ശരിക്കും അവരുടെ മനസ്സിൽ എന്തൊക്കെയോ തിളച്ചു മറിയുകയാണ്. അവരുടെ ആക്ഷൻ ഇതാ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹാരപ്സ്, അവരുടെ ആക്ഷൻ ഉറപ്പായും അറിയും. എന്താണ് ഇനി സംഭവിക്കാൻ പോവുക? അവർക്ക് അവരുടെ ബ്ലാക്ക് നഷ്ടമാവുമോ? പലതരം ചോദ്യങ്ങൾ ഗ്രാനി ക്വീന്റെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ നിന്ന് പുറത്തിറങ്ങി. മാർക്കിനെ വീട്ടിലേക്ക് എത്തുമ്പോൾ മീശ മാർക്കിനെ കാത്തിരിക്കുകയാണ്. മാർക്ക്, എന്തായി? മീശ, അത് നടന്നില്ല, ഞാൻ പിടിക്കപ്പെട്ടു. മാർക്ക്, നീ എന്തായി പറയുന്നത്? പിടിക്കപ്പെട്ടു എന്ന് ഇത്ര സന്തോഷത്തോട് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായി കാണുകയാണ്. മാർക്ക്, സംഭവം പറയാം. മാർക്ക് ഫെല്ലർ പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം മാർക്ക് മീശയോട് സമ്മതിച്ചു. പക്ഷെ അത് പറയുമ്പോഴും മാർക്കിന് ശരിക്കും സന്തോഷമാണ്. മീശ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി കിട്ടി. മാർക്ക്, നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മീശ, ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഒരുപാട് ദുരൂഹതകളുള്ള ഒരു പ്രസ്ഥാനമാണ്. അവരുടെ കീഴിൽ മാർഷൽ സെയിന്റുകളുണ്ട്. പക്ഷെ ആ മാർഷൽ സെയിന്റുകൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് എനിക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. മാർക്ക്, നീ പറഞ്ഞു വരുന്നത്? മിശ, ഇന്ന് എനിക്കത് ബോധ്യമായി. മാർഷൽ സെയിന്റ് പവറുള്ള ആരൊക്കെയോ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അകത്തുണ്ട്. പക്ഷെ അവർക്ക്
എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ മേശിയോട് പറഞ്ഞിട്ട് മാർക്ക് ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. മാർക്ക് ഫോൺ വിളിച്ചത് സാക്ഷാൽ നിങ് ക്യാനെയാണ്. ഹോങ്ങി സെക്ഷന്റെ നിങ് ക്യാനിന്റെ ഫോണിലേക്ക് വിളിച്ച മാർക്കിന്റെ ഫോൺ കണക്ട് ആയതും മാർക്ക് നിങ് ക്യാനിനോട് പറഞ്ഞു, മിസ്റ്റർ നിങ് ക്യാൻ, ഞാൻ എമിലിയുള്ള മിസ്റ്റിക് വേൾഡ് കണ്ടുപിടിച്ചു. പക്ഷെ ആ മിസ്റ്റിക് വേൾഡിൽ കടക്കാനുള്ള മാർഗമാണ് എനിക്കറിയാത്തത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? മാർക്ക്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാൻ വീട്ടിൽ ചോദിക്കട്ടെ, ശരിക്കും നീ കണ്ടുപിടിച്ചോ? നിങ് ക്യാൻ, ഈ കാര്യത്തിൽ ഞാൻ എന്തിന് നിങ്ങളോട് കളവ് പറയണം? മാർക്ക്, അങ്ങനെയെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് മാർക്കിനെ തിരിച്ചു വിളിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് നിങ് ക്യാൻ ഫോൺ കട്ട് ചെയ്തു. നിങ് ക്യാൻ വല്ലാത്ത ആവേശത്തിലാണ്. നിങ് ക്യാൻ അവിടെ നിന്ന് നേരെ ഹോങ്ങി സെക്ഷന്റെ ആ മിസ്റ്റിക് വേൾഡിനകത്തെത്തി. മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടന്ന് നിങ് ക്യാൻ നടന്ന് ഒരു മുറിയിലെത്തി. അവിടെ കറുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ഒരു മേശിനടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ് ക്യാൻ കടന്നു വരുന്നത്. മാസ്റ്റർ, മാസ്റ്റർ, അങ്ങനെ വിളിച്ചുകൂടാ നിങ് ക്യാൻ ഓടി വരുന്നത്. നിങ്, എന്താ സംഭവം, പറയൂ. മാസ്റ്റർ, ആ മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കുള്ള സ്ഥലം കണ്ടുപിടിച്ചു. നിങ്, നീ പറഞ്ഞത് ശരിയാണോ? മാസ്റ്റർ, ശരിക്കും ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചു. മാസ്റ്റർ, അത് പൂർണ്ണമായി ശരിയാണ്. മാർക്ക് ഇപ്പൊ എന്നെ വിളിച്ചു വെച്ചതേ ഉള്ളൂ. നിങ് ക്യാൻ, അങ്ങനെയെങ്കിൽ ഇപ്പൊ തന്നെ ന്യൂ സെലസ്റ്റിലേക്ക് നമ്മുടെ എക്സ്പെർട്ടിനെ അയക്ക്. ഇന്ന് രാത്രി തന്നെ ആ എമിലി ബ്ലാക്കിനെ നമുക്ക് അവിടുന്ന് കൊണ്ടുവരണം. മാർക്ക് ഫെല്ലർ വിചാരിച്ചാലേ എമിലി ബ്ലാക്കിനെ മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തെത്തിക്കാൻ പറ്റും. പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ എമിലി ഹോങ്ങി സെക്ഷൻ അവിടെ നിന്ന് മാർക്കിനെ തോൽപ്പിച്ച് കൊണ്ടുവരും. അങ്ങനെ ഒരു പ്ലാനാണ് നിങ് ക്യാനും ആ കറുത്ത വസ്ത്രധാരി തമ്മിൽ തയ്യാറാക്കിയത്. ഈ വിവരങ്ങളൊന്നും അറിയാതെ മാർക്ക് ഫെല്ലർ മീശയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ഫോണിലേക്ക് നിങ് ക്യാന്റെ കോള് വന്നു. മാർക്കിനെ മിസ്റ്റർ വിൽ ജാക്ക് വിളിക്കും, അയാള് മാർക്കിനെ സഹായിച്ചോളൂ. അങ്ങനെ പറഞ്ഞിട്ട് നിങ് ക്യാൻ ഫോൺ കട്ട് ചെയ്തു. നിങ് ക്യാന്റെ ഫോൺ കട്ടായി ഏതാനും മിനിറ്റ് കഴിഞ്ഞതും മാർക്ക് ഫെല്ലർക്ക് ഒരു കോള് വന്നു. ഒരു അപരിചിത നമ്പറിൽ നിന്നുള്ള കോളാണ് മാർക്കിന് വരുന്നത്. മാർക്ക് കോൾ എടുത്തതും മറുഭാഗത്തുള്ള ആള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, 2 മണിക്കൂറിനകം ഞാൻ ന്യൂ സെലസ്റ്റിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. മാർക്ക് അവിടെ ഉണ്ടാകണം. എൻ്റെ പേര് വിൽ ജാക്ക്. വിൽ ജാക്ക് എന്നുള്ള പേര് കേട്ടതും മാർക്ക് അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഇത്ര ഫാസ്റ്റോ? എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ ന്യൂ സെലസ്റ്റിലെ എയർപോർട്ടിലെത്തി. ന്യൂ സെലസ്റ്റിലെ എയർപോർട്ടിൽ മാർക്ക് എത്തി. അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഗേറ്റ് നമ്പർ 3 വഴി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വരുന്നത് മാർക്കിന്റെ ശ്രദ്ധയപ്പെട്ടു. അനവധി ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന എയർപോർട്ടാണ്. അനവധി ഗേറ്റുകളുണ്ട്. ആ ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന അതേ നിമിഷത്തിൽ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ മാർക്കുമായി ഒന്ന് ഇടഞ്ഞു. അയാൾ വേഗം മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് വന്നു. മാർക്ക് ഫെല്ലർ, ഞാനാണ് വിൽ ജാക്ക്. മാർക്കിനെ അയാൾ വേഗം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വിൽ ജാക്ക്, വാ, ഞാൻ താമസം ഒരുക്കിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. മാർക്ക്, അത് വേണ്ട, എനിക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഞാൻ മാർക്കിനടുത്തെത്താം. നമുക്ക് ഈ രാത്രി തന്നെ മിസ്റ്റിക് വേൾഡ് തുറക്കാം. ശരിക്കും മാർക്കിനെ ആവേശഭരിതമാക്കുന്ന ഒരു കാര്യമാണ് വിൽ ജാക്ക് പറഞ്ഞത്. മാർക്കിനോട് അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ അതിവേഗം എയർപോർട്ടിൽ നിന്ന് ഒരു വാഹനത്തിൽ കയറി അങ്ങ് പാഞ്ഞു പോവുകയാണ്. മാർക്ക് ഫെല്ലർ ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ചു നിന്നെങ്കിലും അടുത്ത നിമിഷത്തിൽ മാർക്കിന്റെ കാറിൽ ആ വാഹനത്തെ പതുക്കെ ഫോളോ ചെയ്ത് തുടങ്ങി. ഏകദേശം ഉച്ചയോട് അടുപ്പിച്ചാണ് മാർക്ക് ഫെല്ലർ മീശയുടെ അടുത്തേക്ക് മടങ്ങി വന്നത്. കാറിൽ ഇറങ്ങി വീട്ടിലേക്ക് വന്ന മാർക്ക് ഫെല്ലർ മീശയോട് പറഞ്ഞു, മീശ, ഇന്ന് രാത്രി നിങ്ങൾക്കൊരു പണിയുണ്ട്. മാർക്ക്, എന്ത് പണിയാണ് ഞാൻ ചെയ്യേണ്ടത്, പറഞ്ഞാൽ മതി. മീശ, ഇന്ന് നിങ്ങൾ ബ്ലാക്കിയെ ഈ ജിങ്ദുവിന് പുറത്ത് ന്യൂ സെലസ്റ്റിൽ തന്നെയുള്ള യാൻ സിറ്റിയിലേക്ക് കൊണ്ടുപോകണം. അവിടെ യാൻ മൗണ്ടൻ ഉണ്ട്. ഗ്രാനിക്വിൻ അവിടെ വരും. അവർക്ക് ബ്ലാക്കിയെ നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യണം. പക്ഷെ ശ്രദ്ധിക്കണം, അവരെ പരമാവധി സമയം അവിടെ പിടിച്ചു നിർത്തണം. മാർക്ക്, എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? മീശ, അതൊക്കെ പിന്നീട് പറയാം. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ഗ്രാനിക്വിനെ രാത്രി 12 മണിവരെങ്കിലും നിങ്ങൾ അവിടെ പിടിച്ചു നിർത്തണം. മീശയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം മാർക്ക് ഷിയ ഹാങ്ങിനെ ഫോണിൽ വിളിച്ചു. മാർക്കിന്റെ ഫോണാണെന്ന് കണ്ടതും ഷിയ പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ്. ഷിയ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളുടെ അസോസിയേഷൻ അകത്തേക്ക് കടക്കണം. മാർക്ക്, നീ എന്തായി പറയുന്നത്? ഷിയ, എനിക്കിന്ന് കടന്നേ പറ്റൂ. എന്നോടൊപ്പം ഒരാൾ കൂടി ഉണ്ടാവും. മാർക്ക്, അത് വിഷയമായില്ലേ? ആ ഗ്രാനിക്വിനെ അറിഞ്ഞാൽ? ഷിയ, ഗ്രാനിക്വിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അവര് ആ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അവരുടെ കാര്യം ഞാൻ നോക്കിയിട്ടുണ്ട്. മാർക്ക് ഷിയയോട് അത്രയും പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്തു. ഷിയയ്ക്ക് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയും മുമ്പ് ഫോൺ മാർക്ക് കട്ട് ചെയ്യുകയായിരുന്നു. മാർക്ക്
അടുത്തതായി ഫോൺ വിളിച്ചത് സാക്ഷാൽ ഗ്രാനി ക്വിന്നെയാണ്. ഫോൺ കണക്ട് ആയതും മാർക്ക് ഗ്രാനിയോട് പറഞ്ഞു, ഗ്രാനി, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലാക്കിയെ കാണണമെന്നുണ്ടോ? മാർക്ക്, എനിക്ക് കാണാം, എൻ്റെ ബ്ലാക്ക് എവിടെയുണ്ടോ? ഗ്രാനി, ഇന്ന് രാത്രി 11 മണിക്ക് നിങ്ങൾ യാൻ സിറ്റിയിലെ യാൻ മൗണ്ടനിൽ വരണം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലാക്കി ഞാൻ ഹാൻഡ് ഓവർ ചെയ്യും. എന്നൊരു സുഹൃത്ത് ബ്ലാക്കി അവിടെ എത്തിക്കും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ഫോൺ കട്ട് ചെയ്തു. ഗ്രാനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പ് മാർക്ക് ഫെല്ലർ ഫോൺ കട്ട് ചെയ്യായിരുന്നു. ശരിക്കും അമ്പലത്ത് പോയ ഗ്രാനി ഉടനെ തന്നെ മാർക്കിനെ തിരിച്ചു വിളിച്ചു. മാർക്ക് ഫോൺ എടുത്തില്ല. ഗ്രാനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ആവുകയാണ്. അവരുടെ മകനായി അവർ കരുതുന്ന ആളാണ് ഈ ബ്ലാക്കി. ആ ബ്ലാക്കി ഇതാ അവർക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. അതിൻ്റെതായ ഒരു ആഹ്ലാദം അവർക്കുണ്ട്. ഇനി മാർക്ക് ഫെല്ലർ അവർ പറ്റിക്കുന്നതാണെങ്കിലോ? അങ്ങനെ ഒരു ചോദ്യവും അവിടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്ത് പറ്റിക്കാൻ? ബ്ലാക്കി ഹാൻഡ് ഓവർ ചെയ്യാന്ന് പല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മാർക്ക് തന്നെ എങ്ങനെയാ പറ്റിക്കാൻ? മാർക്കിന് തന്നെ പറ്റിക്കാൻ ഒരു വിധത്തിലും പറ്റത്തില്ല. ഗ്രാനിക്വിൻ പല വിധത്തിലും കാര്യങ്ങൾ ആലോചിക്കുകയാണ്. എന്തായാലും രാത്രി 10 മണിയായപ്പോൾ ഗ്രാനിക്വിൻ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അവര് ഒരു വാഹനത്തിൽ നേരെ യാൻ സിറ്റിയിലേക്ക് തിരിച്ചു. ഗ്രാനിക്വിൻ ആ അക്കാഡമിയിൽ നിന്ന് പുറത്തേക്ക് പോയി ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ അസോസിയേഷന്റെ മുന്നിലെത്തി. മാർക്ക് ഫെല്ലർ അസോസിയേഷന്റെ മുന്നിലെത്തിയതും മാർക്കിന്റെ അടുത്തേക്ക് സാക്ഷാൽ വിൽ ജാക്ക് എത്തി. മാർക്ക്, ഞാൻ എത്തി കേട്ടോ. വിൽ ജാക്കിനെ കണ്ടതും മാർക്ക് ചുറ്റും ഒന്ന് സ്കാൻ ചെയ്തു. ആ നിമിഷത്തിൽ മാർക്കിന് ചില ശക്തമായ ഇന്റേണൽ എനർജി സോഴ്സുകൾ അവിടെ ആ അസോസിയേഷന് ചുറ്റുമുള്ള പല സ്ഥലത്തുമായി ഫീൽ ചെയ്യുന്നുണ്ട്. വിൽ ജാക്കിനൊപ്പം അനവധി ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇരുട്ടത്ത് പതുങ്ങി നിൽക്കുകയാണ്. അവരുടെ ആശയം ഏകദേശം മാർക്കിന് മനസ്സിലാവുന്നുണ്ട്. മാർക്ക് ഒന്നും മിണ്ടാതെ വിൽ ജാക്കുമായി ആ അസോസിയേഷന്റെ ഗേറ്റിനിരുന്ന് നടക്കുമ്പോൾ സാക്ഷാൽ ഷിയ ഹാങ് ആ ഗേറ്റ് വഴി പുറത്തേക്ക് വന്നു. മാർക്കിന്റെ അടുത്തേക്ക് വന്ന ഷിയ ഹാങ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇതാണോ കക്ഷി? ഷിയ ഹാങ്, ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി. അത് കേട്ടതും ഷിയ ഹാങ് വിൽ ജാക്കിനോട് പറഞ്ഞു, എന്നെ ഫോളോ ചെയ്തോളണം. അതെനിക്കറിയാം. പെട്ടെന്ന് വിൽ ജാക്ക് ആ മറുപടിയോ പറഞ്ഞത്. ഷിയ ഹാങ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ അതിവേഗം അകത്തേക്ക് നടക്കുകയാണ്. ഷിയ ഹാങ്ങിന്റെ പുറയിൽ മാർക്ക് ഫെല്ലറും വിൽ ജാക്കും നടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ചുറ്റും ഒന്ന് നിരീക്ഷിച്ചു. അവിടെയൊന്നും ഒരു കുഞ്ഞുപോലുമില്ല. സകല ഗാർഡുകളെയും ഷിയ ഹാങ് ആ രാത്രിയിൽ അവിടുന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഷിയ ഹാങ്ങിന് അവരെ പല ഡ്യൂട്ടിക്കും വിടാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഷിയ ഹാങ് അവിടെയുള്ള ആളുകളെ മുഴുവൻ അവിടുന്ന് മാറ്റിയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഷിയ ഹാങ്ങിന് ആകെ ഭയമുള്ളത് ഗ്രാനി ക്വിന്നിനെയാണ്. ഗ്രാനി ക്വിന്നിന്റെ കാര്യം മാർക്ക് നോക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഷിയ ഹാങ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഷിയ ഹാങ്ങും മാർക്ക് ഫെല്ലറും വിൽ ജാക്കും കൂടി ആ ഹാളിലൂടെ കടന്ന് ആ കോറിഡോറിലെത്തി. ആ കോറിഡോറിലൂടെ ആ ചെറിയ ഹാളിനടുത്തെത്തി. ആ ചെറിയ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയതും ഷിയ ഹാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഷിയ ഹാങ് അയാളുടെ കൈ ഉയർത്തി തലയിൽ ആഞ്ഞൊരൊറ്റയാടി. സ്വന്തം കൈ കൊണ്ട് തലയിൽ ആഞ്ഞടിച്ചതും ഷിയ ഹാങ് ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. ഷിയ ഹാങ് കാര്യങ്ങൾ വളരെ ഭംഗിയായി പ്ലാൻ ചെയ്തിരിക്കുന്നു എന്ന് ആ വീഴ്ച കണ്ട മാർക്കിന് ഉറപ്പായി. മാർക്ക് വിൽ ജാക്കിനോട് പറഞ്ഞു, ഫോളോ മീ. മാർക്കിന്റെ ആ ഡിവൈൻ സെൻസിൽ ആ പാത്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആ പാത്തിലൂടെ മാർക്ക് നടന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പ്ലേസിലെത്തി. തലേദിവസം ഗ്രാനി ക്വിന്നിനൊപ്പം വന്നപ്പോൾ കണ്ട ചെറുപ്പക്കാരൊന്നും ആ ഭാഗത്തില്ല. മാർക്ക് ഫെല്ലർ പറഞ്ഞത് കേട്ടതും വിൽ ജാക്ക് അവൻ്റെ ഇടത് കൈ ഉയർത്തി പതുക്കെ ആ അന്തരീക്ഷത്തിൽ ഒന്ന് തടവുകയാണ്. അന്തരീക്ഷത്തിൽ അങ്ങനെ തടവുന്ന കാണുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് അയാൾക്കൊരു വട്ടമുണ്ടെന്ന് തോന്നും. പക്ഷെ അയാൾ അങ്ങനെ തടവിയിട്ട് ഒരു പ്രത്യേക പോയിന്റിലെത്തിയതും കൈ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇടത് കൈ ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്ത വിൽ ജാക്ക് അയാളുടെ ബാഗിൽ നിന്ന് ഒരു ചെറിയ കാർഡ് പുറത്തെടുത്തു. ആ കാർഡ് അയാളുടെ ഇടത് കൈയിലേക്ക് പതുക്കെ ചേർത്ത് വെച്ചു. ആ കാർഡ് ഇടത് കൈയിലേക്ക് ചേർത്ത് വെച്ച വിൽ ജാക്ക് എന്തോ പറയുന്നത് മാർക്ക് കാണുന്നുണ്ട്. പക്ഷെ മാർക്കിന് അയാൾ എന്താ പറയുന്നതെന്ന് അറിയാൻ വയ്യ. പക്ഷെ പെട്ടെന്ന് ആ ഇടത് കൈയിലിരുന്ന കാർഡ് ഒന്ന് പ്രകാശിച്ചു. ആ കാർഡ് പ്രകാശിച്ച ആ നിമിഷത്തിൽ മാർക്ക് തലേ ദിവസം കണ്ടതുപോലെ ഒരു പ്രകാശം അവിടെ രൂപം കൊണ്ടു. ശരിക്കും വൃത്താകൃതിയിലുള്ള പ്രകാശം അതിവേഗതയിൽ വലിയൊരു വൃത്തമായി മാറി.
ശരിക്കും നല്ല പൊക്കമുള്ള ഒരാളിന് ഈസിയായി കടന്നു പോകാൻ കഴിയുന്ന ഒരു വലിയ വാതിലാണ് അവിടെ രൂപപ്പെട്ടത്. ആ വാതിൽ രൂപപ്പെട്ടതും വിൽജാക്ക് മാർക്കിനോട് പറഞ്ഞു, ഇതാണ് വാതിൽ. അത് കണ്ടതും മാർക്ക് വിൽജാക്കിനോട് ചോദിച്ചു, ഏയ് നിങ്ങളിത് എങ്ങനെയാ തുറന്നത്? ഇത് തുറക്കാൻ ഇതിന്റെ കോഡൊക്കെ വേണ്ടി. ഹേ മാർക്ക്, നീ പൂട്ട് തുറക്കുന്ന മാസ്റ്റേഴ്സിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? വിൽജാക്കിന്റെ ചോദ്യത്തിനകത്ത് എല്ലാ ഉത്തരങ്ങളും ഉണ്ട്. ഈ ലോകത്തുള്ള ഏത് പൂട്ടും തുറക്കാൻ കഴിയുന്ന മാസ്റ്റേഴ്സ് ഉണ്ട്. ആ മാസ്റ്റേഴ്സിന്റെ കയ്യിൽ മാസ്റ്റർ കീകളുമുണ്ട്. ആ മാസ്റ്റർ കീ ഉപയോഗിച്ചാണ് ഇവിടെ വിൽജാക്ക് ആ വാതിൽ തുറന്നിരിക്കുന്നത്. മാർക്ക് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ആ വാതിലിലേക്ക് കടക്കാൻ പോയതും വിൽജാക്ക് മാർക്കിനോട് പറഞ്ഞു, ഞാൻ ഇവിടെ പുറത്ത് നിൽക്കാം. മാർക്ക് ആ വാതിൽ വഴി അകത്തേക്ക് കടന്നു. ആ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് മാർക്ക് കാലിലെടുത്ത് വെച്ചപ്പോൾ ശരിക്കും മാർക്ക് അമ്പരന്ന് പോവുകയാണ്. അവിടെ അതിശക്തമായ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമുണ്ട്. പുറത്ത് കാണുന്നതൊന്നും അല്ല ലോകമെന്ന് വിളിച്ച് പറയുന്ന ശൈലിയിൽ അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് മാർക്ക് ഫെല്ലർ എത്തിയിരിക്കുന്നത്. മാർക്ക് മുന്നോട്ട് നടന്നു തുടങ്ങുമ്പോൾ മാർക്കിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലോകത്തൂടെ മാർക്ക് നടക്കുന്ന ഫീലാണ് മാർക്കിനുള്ളത്. അതിമനോഹരമായ മലനിരകളും പുഴകളും കുഞ്ഞ് അരുവികളും ഇഷ്ടം പോലെ ഉള്ള ഒരു സ്ഥലം, പുൽമേടുകളും മരങ്ങളും ഇഷ്ടം പോലെ, അതിമനോഹരമായ പാതകൾ അവിടെ അതിനിടയിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. മാർക്ക് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വല്ലാത്ത കൺഫ്യൂഷനിൽ എത്തിയിരിക്കുകയാണ്. എമിലി ബ്ലാക്ക് എവിടെയായിരിക്കും ഉള്ളത്? മാർക്ക് നേരത്തെ ഹോങ് ഈ സെക്ഷന്റെ മിസ്റ്റിക് വേൾഡിനകത്ത് കടന്നിട്ടുണ്ടായിരുന്നു. ആ മിസ്റ്റിക് വേൾഡും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ മിസ്റ്റിക് വേൾഡും തമ്മിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല. ആദ്യത്തേത് ഒരു ചെറിയ ബേസ് ആണെങ്കിൽ ഇത് ഒരു ലോകമാണ്, അതിവിശാലമായൊരു ലോകം. ഈ പൈറോയിലെ മാത്രമല്ല, ലോകത്തെ തന്നെ റിസോഴ്സസ് മുഴുവൻ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ കൈയടക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ഒരു തോന്നലാണ് ആ പാതയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ മാർക്ക് ഫെല്ലറുടെ മനസ്സിലേക്ക് വരുന്നത്. മാർക്കിന്റെ ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്ത് സകല സ്ഥലവും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. എമിലി ബ്ലാക്കിന്റെ ഓറ ലേശം നേർത്ത അളവിലെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക് ഫെല്ലർക്ക് അത് പിടിച്ചെടുക്കാൻ പറ്റും. മാർക്കിന് പരിചയമുള്ള ഓറ ആയതുകൊണ്ടാണ് മാർക്കിന് അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുന്നത്. പക്ഷേ മാർക്ക് എത്ര ശ്രമിച്ചിട്ടും ആ ഓറ കണ്ടുപിടിക്കാൻ മാർക്കിന് അങ്ങോട്ട് പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ മാർക്ക് സ്കാൻ ചെയ്തതിനും അപ്പുറത്താണ് എമിലി ഉള്ളതെന്നാണ്, അല്ലെങ്കിൽ എമിലി അവിടെ ഇല്ല എന്നാണ്. അതിൽ രണ്ടിൽ ഏത് ഉത്തരമാണ് ശരിയെന്ന് മാർക്കിന് അറിയത്തില്ല. ഗ്രാനിക്യുനിന്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ആ മിസ്റ്റിക് വേൾഡിനകത്ത് എമിലി ബ്ലാക്ക് ഉണ്ട്. ആ ഒരു വിശ്വാസത്തോടുകൂടി മാർക്ക് മുന്നോട്ട് നടന്നു തുടങ്ങി. മാർക്ക് ഫെല്ലർ ശരിക്കും നടത്തത്തിന്റെ വേഗത കൂട്ടി. അതിവേഗതയിൽ മാർക്ക് മുന്നോട്ട് കുതിക്കുകയാണെന്ന് പറയാം. കിലോമീറ്ററുകളാണ് അതിവേഗം മാർക്ക് തരണം ചെയ്തത്. ഒരു 10-25 കിലോമീറ്റർ സ്ക്വയറിലുള്ള ഒരു മിസ്റ്റിക് വേൾഡിനകത്താണ് മാർക്ക് പെട്ടിരിക്കുന്നത്. ഒരു വല്ലാത്ത സ്ഥലം എന്നേ ആ സ്ഥലത്തെക്കുറിച്ച് മാർക്കിന് പറയാൻ പറ്റും. മാർക്ക് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നാണ് മാർക്ക് ഒരു പെൺകുട്ടിയെ കണ്ടത്. അവള് ഒരു പുഴയുടെ തീരത്ത് അങ്ങനെ ഓടിക്കളിക്കുന്നതാണ് മാർക്ക് കണ്ടത്. ആ പെൺകുട്ടിയെ സ്കാൻ ചെയ്ത മാർക്ക് ശരിക്കും ഒന്ന് ഞെട്ടിയെന്ന് പറയാം. അതൊരു മാർക്കിസ്റ്റാണ്. പരമാവധി 12 വയസ്സേ വരൂ ആ പെൺകുട്ടിയുടെ പ്രായം. 12 വയസ്സിൽ മാർക്കിസ് ആയിരിക്കുന്നു. 40-50 വയസ്സാകുമ്പോഴാണ് സാധാരണഗതിയിൽ പുറത്തുള്ള ഒരാള് മാർക്കിസ് ആകുന്നത്. മാർക്കിനെ പോലുള്ള ആളുകളും ആ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലെ ആളുകളൊക്കെയാണ് ഈ 30 വയസ്സ് പ്രായത്തിൽ മാർക്കിസ് ആയത്. ഇവിടെ ഇതാ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മാർക്കിസ് ആണ്. അവൾ പക്ഷേ മാർക്കിന്റെ സാന്നിധ്യം അറിഞ്ഞിട്ടില്ല. മാർക്കിന്റെ സാന്നിധ്യം തിരിച്ചറിയും മുമ്പ് അതിവേഗം അവിടെ പുറകിലെത്തി. എന്താണ് സംഭവിക്കുന്നത് ആ പെൺകുട്ടിക്ക് മനസ്സിലാകും മുമ്പ് മാർക്ക് അവിടെ വാങ്ങ് പൊത്തിപ്പിടിച്ചു. മാർക്ക് അവളോട് ചെവി പറഞ്ഞു, ഏയ് നിന്നെ ഞാൻ ഉപദ്രവിക്കുന്നുമില്ല, നീ ശബ്ദമുണ്ടാക്കരുത്, ശബ്ദമുണ്ടാക്കിയാൽ നിന്നെ ഞാൻ കൊല്ലും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ പതുക്കെ വിരലുകൾ ഒന്ന് അയച്ചു തുടങ്ങി. ഏതാനും സെക്കൻഡുകൾ കൊണ്ടാണ് മാർക്ക് ആ കൈ അവളുടെ മുഖത്ത് നിന്ന് എടുത്തത്. അവൾ ശരിക്കും ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. മാർക്കിസ് ആയിട്ട് പോലും അവൾക്ക് വല്ലാത്ത ഭയം. ഈ മിസ്റ്റിക് വേൾഡിനകത്ത് സകലരും ഇനി മാർക്കിസ് ആണോ? അവളുടെ ഭയം കണ്ടപ്പോൾ മാർക്കിന് അങ്ങനെയാണ് തോന്നിയത്. ഭയന്ന് നിൽക്കുന്ന ആ കുട്ടിയോടായി മാർക്ക് പറഞ്ഞു, ഏയ് നീ ഭയക്കേണ്ട കാര്യമില്ല, എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എവിടെയാ എമിലി ബ്ലാക്ക് ഉള്ളത്? എമിലി ബ്ലാക്കോ?
സാർ, അങ്ങനെ ഒരാളെ എനിക്ക് അറിയത്തില്ല. കുട്ടി, ഇവിടെ ആരെങ്കിലും കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സാർ, ഒരു ചേച്ചിയെ അങ്ങ് മോളിൽ കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ സാർ, അവിടെ പോകാൻ പറ്റില്ല. അതെന്താ? സാർ, അവിടെ ഒരുപാട് കാവൽക്കാരുണ്ട്. അവിടേക്ക് ആര് ചെന്നാലും അവരവർ കൊല്ലും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എന്നെ അതുവരെ കൊണ്ടുപോകും. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ആ പെൺകുട്ടി മാർക്കിനോട് പറഞ്ഞു, സാർ എൻ്റെ പുറകെ വാ. ആ കുട്ടിക്ക് മാർക്കിനോടുള്ള ഒരു ഭയം ലേശം മാറിയതുപോലെ അവളുടെ പുറകെ മാർക്ക് ഫെല്ലർ അവളെ അനുഗമിച്ചു തുടങ്ങി. ഏകദേശം ഒരു 10-15 മിനിറ്റ് ആ പെൺകുട്ടിയുടെ പുറകെ മാർക്ക് നടന്നപ്പോൾ ദൂരെ മലമുകളിൽ ഒരു കോട്ട മാർക്ക് ഫെല്ലർ കണ്ടു. ആ കോട്ട മാർക്കിനെ കാണിച്ച് ആ പെൺകുട്ടി മാർക്കിനോട് പറഞ്ഞു, സാർ, ആ കോട്ടയിൽ അവിടെ കാണുന്ന ആ വലിയ ആ പില്ലറിലാണ് ആ ചേച്ചിയെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. അതിമനോഹരമായ ആ കോട്ടയിൽ ശരിക്കും ശക്തമായ പില്ലർ ഉണ്ടെന്നും ആ പില്ലറിൽ എമിലി ബ്ലാക്കിനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണെന്നും ആ കുട്ടി പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ കോട്ടയിലേക്ക് നോക്കി. ആ കോട്ടയുടെ എല്ലാ ഭാഗത്തും റോഡ് ചുറ്റാൻ ആളുകളുണ്ട്. അവരെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന മാർക്കിന് ഒരു കാര്യങ്ങൾ ഉറപ്പാണ്, അവരെല്ലാവരും പീക്ക് ലെവൽ മാർക്സിസ്റ്റുകളാണ്. വൻതോതിൽ പ്രൊട്ടക്ഷനാണ് എമിലി ബ്ലാക്കിന് ഒരുക്കിയിരിക്കുന്നത്, അത് വ്യക്തമാണ്. ആ പെൺകുട്ടി മാർക്കിനോട് പറഞ്ഞു, സാർ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അവളെ അവിടെ നിർത്തിയിട്ട് മാർക്ക് ഫെല്ലർ ഒന്ന് മുന്നോട്ട് കുതിച്ചു. ശരിക്കും മാർക്കിനെ കളയാൻ സമയമില്ല എന്നതുകൊണ്ട് തന്നെ മാർക്ക് പറക്കായിരുന്നു പറയാം. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് മാർക്ക് ഫെല്ലർ ആ കോട്ടയുടെ മുകളിലേക്ക് ഓടിക്കേറി. പെട്ടെന്ന് ഒരു മനുഷ്യൻ ആ കോട്ടയുടെ മുകളിലേക്ക് ഓടിക്കേറുന്ന കണ്ടതും ആ ഭാഗത്തെ കാവലുണ്ടായിരുന്ന ആള് മാർക്കിനോട് ചോദിച്ചു, ആരാ നീ എന്നൊക്കെ ചോദിക്കണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം മാർക്ക് ഫെല്ലർ കൊടുത്തില്ല. ആരാ എന്ന് ചോദിച്ച അവൻ എന്ത് സംഭവിക്കുന്ന അറിയും മുമ്പേ മാർക്കിന്റെ കൈയാൽ കൊല്ലപ്പെട്ടിരുന്നു. മാർക്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. മാർക്കിന്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ ആരാണെങ്കിലും മാർക്ക് അവരെ ഒറ്റയിടിക്ക് കൊല്ലുകയാണ്. ശരിക്കും മാർക്കിന്റെ ഇടിയേറ്റ് ആ ഓടി വരുന്ന മാർക്സിസ്റ്റുകൾ കൊല്ലപ്പെടുന്നത് പോലും അവരറിയുന്നില്ല എന്നതാണ് സത്യം. എന്താണ് സംഭവിക്കുന്നത് അറിയും മുമ്പ് പലരും ഏതാണ്ട് കഷ്ടമായി ചിതറുകയാണ്. ചിലരൊക്കെ മാർക്ക് കാലി തൂക്കിയെടുത്ത് തറയിലടിക്കുന്നു പറഞ്ഞാൽ അത് ശരിയാണ്. മാർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് മാർക്കിനൊരു പിടിയുമില്ല. മുന്നിൽ കാണുന്ന തടസ്സം അതെന്താണെങ്കിലും മാർക്ക് അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. മാർക്ക് ഓടി എത്തുമ്പോൾ മാർക്കിനെ ഇപ്പോ സാക്ഷാൽ എമിലി ബ്ലാക്കിനെ കാണാം. എമിലിയെ ഒരു വലിയ പില്ലറിൽ ശരിക്കും ബന്ധിച്ചിരിക്കുകയാണ്. ആ കാഴ്ച മാർക്കിനെ ശരിക്കും ഭ്രാന്ത് പിടിപ്പിച്ചു എന്ന് പറയാം. ഭ്രാന്തമായ ആവേശത്തോടുകൂടി മാർക്ക് ചുറ്റും നിൽക്കുന്ന സകലരെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ ആ മുന്നോട്ടുള്ള കുതിപ്പ് കണ്ട് പലരും അറിയാതെ വഴിമാറി പോവുകയാണ്. അത് കണ്ടതും മാർക്ക് അവരോട് പറഞ്ഞു, മാറുന്നേക്ക്. കേൾക്കേണ്ട താമസം മാർക്കിനെ തടയാൻ വന്ന ആ മാർക്സിസ്റ്റുകൾ അവർ പോലും മനസ്സ് ചിന്തിക്കാത്ത ശൈലിയിൽ വേഗം രണ്ടു വശത്തേക്ക് അങ്ങ് മാറി. ഇതിനിടയിൽ ഡസൻ കിടക്കുന്ന മാർക്സിസ്റ്റുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. മാർക്ക് ഫെല്ലർ ആ പില്ലറിന്റെ അടുത്തെത്തി. മാർക്കിന്റെ ശബ്ദം കേട്ട് കണ്ണു തുറന്ന എമിലി ആവേശത്തോടെ മാർക്ക് എന്ന് വിളിച്ചു പോവുകയാണ്. മാർക്ക്, നീ വന്നു. അവൾ ഇത്രയും ദിവസം ആഗ്രഹിച്ചിരുന്ന ആ നിമിഷം ഇതാ സമാഗതമായിരിക്കുകയാണ്. അവളെ രക്ഷിക്കാനായി മാർക്ക് ഫെല്ലർ അവളുടെ അടുത്തേക്ക് വരുമെന്നൊരു പ്രതീക്ഷ എമിലി ബ്ലാക്കിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് ഇതാ സഫലമാകുന്നത്. മാർക്ക് ഫെല്ലർ എമിലിയോട് പറഞ്ഞു, എമിലി, ഞാൻ ഇപ്പൊ നിന്നെ രക്ഷിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അതിശക്തമായ ആ പില്ലർ ആഞ്ഞൊരൊറ്റ ഇടി. കരിങ്കല്ല് കൊണ്ട് കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്ന ആ തൂണിൽ, ആ കൽത്തൂണിൽ മാർക്ക് ഫെല്ലർ ആഞ്ഞിടിക്കുന്ന കണ്ടപ്പോൾ വിശ്വസിക്കാനാവാതെ ആ കാഴ്ചയിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ കോട്ടയുടെ മുകളിൽ നിൽക്കുന്ന ബാക്കി ആളുകൾ. ആ കൽത്തൂണിന് ഒരു അനക്കവുമില്ല. പക്ഷെ അടുത്ത നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ വലത് കൈയിലേക്ക് സകല എനർജിയും ഒന്ന് കൂട്ടിപ്പിടിച്ചു. ശരിക്കും ഇപ്പോ മാർക്കിന്റെ ആ കൈ വല്ലാതെ തിളങ്ങിയാണ്. മാർക്കിന്റെ എൻറ്റയർ ബോഡിയും ഗോൾഡൻ പ്രകാശത്തിൽ തിളങ്ങിയാണ്. ഗോൾഡൻ പ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന മാർക്ക് ഫെല്ലർ കൈയൊന്നുയർത്തി ആഞ്ഞൊരൊറ്റ ഇടി. ആ ഇടി ആ പില്ലറിൽ പതിച്ചതും പില്ലർ ഒന്ന് അനങ്ങി. പല സ്ഥലത്തും ആ പില്ലറിൽ പൊട്ടൽ വീഴുന്നത് ശരിക്കും അവിശ്വസനീയതയോടെ ആ ആളുകൾ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ വീണ്ടും ശക്തമായി ഒന്നുറന്ന് പഞ്ച് ചെയ്തു. ആ നിമിഷത്തിൽ ആ പില്ലർ അനവധി കഷ്ണങ്ങളായി താഴേക്ക് പതിച്ചു.
ആ താഴേക്ക് പതിക്കുന്ന ആ പില്ലറിന്റെ കൂട്ടത്തിൽ സാക്ഷാൽ എമിലി ബ്ലാക്കും താഴേക്ക് വീഴുകയാണ്. എമിലിയെ മാർക്ക് കയ്യിൽ ഏറ്റുവാങ്ങിയായിരുന്നു. ആ പില്ലർ കഷ്ടമായി തെറിച്ചു വീണപ്പോൾ മാർക്കിന്റെ കയ്യിലേക്ക് വീണ എമിലി മാർക്കിന്റെ മുഖത്തേക്ക് നോക്കി മാർക്കിനെ അറിയാതെ വിളിച്ചു പോവുകയാണ്, മാർക്ക്. അങ്ങനെ വിളിക്കുമ്പോൾ മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ എമിലിയെ കൊണ്ട് താഴേക്ക് ഓടുകയാണ്. താഴേക്ക് ഓടുന്ന മാർക്ക് ഫെല്ലർ തടുക്കാൻ ഒരാൾ ശ്രമിക്കുന്നില്ല. മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കുമായി ഓടി താഴെ ഇറങ്ങുന്നിടയിൽ മാർക്കിന്റെ ഇടത് കൈകൊണ്ട് എമിലി ബ്ലാക്കിന്റെ ബോഡിയിലേക്ക് സ്പിരിച്വൽ എനർജി പതുക്കെ കയറ്റി വിടുകയാണ്. എമിലിയുടെ ശരീരത്തിൽ ഊർജത്തിന്റെ അളവ് ഏതാണ്ട് 0 ആണെന്ന് പറയാം. അവളുടെ ബോഡിയിൽ നിന്ന് രക്തം അനുദിനം ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് സപ്ലിമെന്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും ശരീരത്തിന് ആവശ്യമായ അളവിൽ ഊർജം ലഭിക്കുന്നില്ല എന്നാണ് സത്യം. മാർക്ക് ഫെല്ലർ ആ സ്പിരിച്വൽ എനർജി എമിലി ബ്ലാക്കിന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറ്റി വിടുമ്പോൾ അവളുടെ ബോഡിയിൽ പതുക്കെ ഒരു ഉണർവ് ഉണ്ടാവുന്നുണ്ട്. മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കുമായി ആ കോട്ടയുടെ താഴെ എത്തുമ്പോൾ ആ കൊച്ചു പെൺകുട്ടി അവിടെ നിൽക്കുകയാണ്. മാർക്ക് അവളുടെ കയ്യിലൊന്ന് പിടിച്ചു. അതിനുശേഷം അവളെയും കൊണ്ട് മാർക്ക് ഓടി തുടങ്ങി. മാർക്കിന്റെ ഷോൾഡറിൽ എമിലി ബ്ലാക്ക് കിടക്കുകയാണ്. മാർക്കിന്റെ വലത് കൈയിൽ ആ പെൺകുട്ടിയുണ്ട്. മാർക്ക് ആ പെൺകുട്ടിയും കൊണ്ട് അതിവേഗം കുതിക്കുകയാണ്. ഈ സമയത്ത് കോട്ടയുടെ മുകളിലുണ്ടായിരുന്ന ആളുകൾ ഉറക്കെ വിളിക്കുന്നുണ്ട്, എമിലി ബ്ലാക്കിനെ ഇതാ കൊണ്ടുപോകുന്നേ, എമിലി ബ്ലാക്കിനെ കൊണ്ടുപോകുന്നേ. മാർക്ക് ഫെല്ലർ തറ തൊടാതെ ഓടുകയാണ്. ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള മാർക്കിന്റെ ആ മാജിക്കൽ സ്പെൽ ആക്ടിവേറ്റ് ചെയ്ത് മാർക്ക് ആ പെൺകുട്ടിയെ തറയിൽ നിന്ന് എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ടാണ് ഓടുന്നത്. ഇടത് ഷോൾഡറിൽ എമിലി ബ്ലാക്ക് കിടക്കുകയാണ്. വലത് കൈയിൽ ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു പിടിയില്ല. മാർക്ക് ഫെല്ലർ ആ പെൺകുട്ടിയും കൂടി അവിടുന്ന് പുറത്തെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മാർക്ക് എങ്ങനെ അതിവേഗം ഓടുകയാണ്. ആ മാന്ത്രിക ഡോറിന് നേരെയാണ് മാർക്കിന്റെ ഓട്ടം. മാർക്ക് എങ്ങനെ ഓടി ആ ഡോറിന് അടുത്തെത്താറാകുമ്പോൾ മാർക്കിന് തന്റെ പുറകിൽ ശക്തമായ ഒരു ഇന്റേണൽ എനർജിയുടെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്കിന്റെ കഴിവിന്റെ പരമാവധി വേഗതയിൽ അതിവേഗം ഓടി ആ ഡോറിലൂടെ പുറത്ത് കടന്നതും ആ ഡോറങ്ങ് അടഞ്ഞു. മാർക്കിന്റെ ഏകദേശം ഒരു 10 അടി പുറകിൽ ആ ഊർജത്തിന്റെ സാന്നിധ്യം എത്തിയെന്ന് ആ ഡോറിന്റെ പുറത്തേക്ക് മാർക്ക് കടക്കുന്ന നിമിഷത്തിൽ മാർക്കിന് തോന്നിയിരുന്നു. ഒരു മാർഷൽ സെയിന്റിന്റെ അത്രയും കപ്പാസിറ്റിയുള്ള ആരോ ഒരാൾ മാർക്കിനെ ഫോളോ ചെയ്തതാണ്. ഒരു കണ്ണ് ചിമ്മുന്നതിന്റെ വ്യത്യാസത്തിൽ മാർക്ക് ഫെല്ലർ ആ ഡോറിന്റെ പുറത്തെത്തിയതാണ്. മാർക്ക് ആ പെൺകുട്ടിയും എമിലി ബ്ലാക്കുമായി പുറത്തെത്തുമ്പോൾ മാർക്ക് എമിലിയെ കയ്യിലേക്കെടുത്ത് മാർക്ക് എമിലിയെ അവിടെ നിർത്തിയതും എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് താങ്ക് യു. എമിലി ബ്ലാക്ക് താങ്ക് യു എന്ന വാക്ക് പൂർണ്ണമായും പറയുന്നതിന് മുന്നേ പെട്ടെന്ന് അങ്ങ് ഫെയിൻ്റായി. ആ കോമ്പൗണ്ടിനകത്ത് വെച്ച് ശരിക്കും ആരോഗ്യവതിയായിരുന്ന എമിലി ബ്ലാക്ക് ഇതാ കോമ്പൗണ്ട് കടന്നതും പെട്ടെന്ന് അങ്ങ് ബോധരഹിതയാവുകയാണ്. പെട്ടെന്ന് എമിലി ബോധരഹിതയായതും മാർക്ക് അങ്ങ് വല്ലാണ്ടായി. മാർക്ക് എമിലിയെ കുലുക്കി വിളിക്കുകയാണ്. അവർക്ക് ഒരു അനക്കവുമില്ല. മാർക്ക് എമിലിയെ എടുത്ത് ഷോൾഡറിൽ കിടത്തിയതും വിൽ ജാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് വേഗം വാ. മാർക്ക് ഇപ്പോഴും നിൽക്കുന്നത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അകത്താണ്. ആ കാര്യമാണ് വിൽ ജാക്ക് ഓർമ്മിപ്പിക്കുന്നത്. മാർക്ക് വിൽ ജാക്കും ആ പെൺകുട്ടിയും എമിലിയുമായി അതിവേഗം അസോസിയേഷന്റെ ഗേറ്റിലെത്തി. ആ ഗേറ്റിന് പുറത്തേക്ക് മാർക്ക് ഫെല്ലർ ആ പെൺകുട്ടിയും എമിലി ബ്ലാക്കുമായി കടന്നതും വിൽ ജാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എമിലിയെ ഇങ്ങ് തന്നേക്ക്. ഹേയ് വിൽ ജാക്ക്, എമിലിയെ നിനക്ക് തരാനല്ലല്ലോ ഞാൻ രക്ഷിച്ചത്. മാർക്ക്, ഞങ്ങൾ ഈ ഹോങ്ങി സെക്ഷൻകാർ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടും. അങ്ങനെ വിൽ ജാക്ക് പറഞ്ഞതും മാർക്ക് വിൽ ജാക്കിനോട് പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, എന്നാൽ ആ ഒളിച്ചിരിക്കുന്ന ആളുകളോട് ഇങ്ങ് വരാൻ പറ. മാർക്ക് ഫെല്ലർ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ വിൽ ജാക്ക് ഒന്ന് ചിരിച്ചു. ഒളിച്ചു നിൽക്കുന്ന ആളുകളെ മാർക്ക് ഫെല്ലർ ഇതാ കണ്ടിരിക്കുന്നു. അതാണല്ലോ പറച്ചിലിന്റെ അർത്ഥം. മാർക്ക് പറഞ്ഞത് കേട്ടതും ഇരുട്ടത്ത് പല ഭാഗത്തായി പതുങ്ങി നിന്നിരുന്ന ആളുകൾ പതുക്കെ മുന്നോട്ട് വന്നു. ആ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആള് മുന്നോട്ട് വന്നതും വിൽ ജാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അത് എൽഡർ ഷാനാണ്. എൽഡർ ഷാൻ ആണെന്ന് പറയുമ്പോൾ ആ പറച്ചിലിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും. എൽഡർ ഷാൻ ചിരിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നിങ്ങളുടെ ഈ പ്രവൃത്തി ഞങ്ങൾ ഈ ഹോങ്ങി സെക്ഷനെ വല്ലാതെ ആഹ്ലാദിപ്പിക്കുകയാണ്. മാർക്ക്, നിങ്ങൾക്ക് ഹോങ്ങി സെക്ഷന്റെ ഭാഗമാകാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ എമിലിയെ ഞങ്ങൾക്ക് വിട്ടു നൽകിയാൽ ഈ ഹോങ്ങി സെക്ഷൻ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങൾക്കും കൂടെ നിൽക്കും. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ആ എൽഡർ ഷാനോട് പറഞ്ഞു, മിസ്റ്റർ ഷാൻ, നിങ്ങളോടൊന്നും സംസാരിച്ച് നിൽക്കാനുള്ള
ഒരു സമയം തൽക്കാലം എനിക്കില്ല. നിങ്ങൾക്കൊക്കെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ സ്ഥലം വിടാൻ നോക്ക്. മാർക്ക് ഫെല്ലർ പറഞ്ഞത് കേട്ടതും എൽഡർ ഷാനും വിൽജാക്ക് ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ചിരിച്ചു. മാർക്ക്, നിനക്ക് ഞാൻ ആരാണെന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഷാൻ, നിങ്ങൾ ആരാണ് എന്നൊന്നും എൻ്റെ വിഷയമല്ല. നിങ്ങൾ എന്നോട് ഏറ്റുമുട്ടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വരും. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഷാൻ ശരിക്കും അയാളുടെ ഓറ ഒന്ന് മാർക്കിനെ കാണിക്കാനുള്ള ശ്രമം തുടങ്ങി. പെട്ടെന്നാണ് അയാൾക്ക് ചുറ്റും ഇന്ത്യൻ എനർജിയുടെ ഒരു വിന്യാസം ഉണ്ടായത്. താൻ അതിശക്തനാണെന്ന് മാർക്ക് ഫെല്ലറെ കാണിക്കാനായി അയാൾ ശ്രമിച്ചപ്പോൾ മാർക്ക് അത് റീഡ് ചെയ്തു. എൽഡർ ഷാൻ ശരിക്കും ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആണ്. മാർക്ക് ആദ്യമായിട്ടാണ് ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റിനെ നേരിൽ കാണുന്നത്. മാർക്ക് ഫെല്ലറുടെ മുഖഭാവം ശ്രദ്ധിച്ച എൽഡർ ഷാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു ഏറ്റുമുട്ടലിൽ നിന്ന് എനിക്കും താല്പര്യമില്ല. നീ എമിലിയെ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. അങ്ങനെ എൽഡർ ഷാൻ പറഞ്ഞതും മാർക്ക് ഫെല്ലർ കൈയൊന്ന് നിവർത്തി ഒരൊറ്റ ഇടി. ശരിക്കും അപ്രതീക്ഷിതമായിട്ട് മാർക്ക് ഫെല്ലർ ആഞ്ഞിടിച്ചതും മാർക്കിന്റെ ഏകദേശം ഒരു 4-5 അടി മുന്നിലുണ്ടായിരുന്ന എൽഡർ ഷാൻ പെട്ടെന്ന് അറിയാതെ പുറകോട്ട് തെറിച്ചു പോവുകയാണ്. എൽഡർ ഷാനെ മാർക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ ഏതാണ്ട് സ്റ്റെപ്പ് പുറകോട്ട് മാറ്റപ്പെട്ട എൽഡർ ഷാൻ ഒന്ന് ചിരിച്ചു. മാർക്ക് ഫെല്ലർ, നീ നിന്റെ അവസ്ഥ മനസ്സിലാക്കാതെയാണല്ലോ അറ്റാക്ക് തുടങ്ങിയിരിക്കുന്നത്. ശരി, നീയാണ് അറ്റാക്ക് തുടങ്ങിയത്, അതുകൊണ്ട് ഞാൻ ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. ഇതുവരെ മാർക്ക് ഫെല്ലർക്ക് ഒരു ഇളവ് അയാൾ കൊടുത്തിരുന്നുവെന്ന് അയാൾ പറയാതെ പറയുകയാണ്. എൽഡർ ഷാൻ ശരിക്കും അയാളുടെ കൈ ഒന്ന് നിവർത്തി ആഞ്ഞൊരൊറ്റ ഇടി. ആ ഇടി മാർക്ക് ഫെല്ലർക്ക് നേരെ വന്നതും മാർക്ക് ഫെല്ലർ വലത് കൈ കൊണ്ട് ആഞ്ഞൊന്നിടിച്ചു. ആ 2 ഇടിയും ഏതാണ്ട് നള്ളായി എന്ന് പറയാം. 2 പേരും അവർ നിന്ന സ്ഥലത്ത് നിന്ന് നിൽക്കുകയാണ്. മാർക്ക്, എൻ്റെ ഇടി താങ്ങാനുള്ള കപ്പാസിറ്റിയൊക്കെ അപ്പൊ നിനക്കുണ്ട് അല്ലേ? കൊള്ളാം, എനിക്കിഷ്ടമായി. മാർക്ക്, നിന്നെ പൂട്ടാൻ എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൈയൊന്ന് അനക്കിയതും ഒരു ചങ്ങല അതിവേഗതയിലാണ് അയാളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയും മുമ്പ് മാർക്ക് ഫെല്ലർക്ക് ചുറ്റും ചങ്ങലകൾ വന്ന് വീണ് കഴിഞ്ഞു. മാർക്കിനെ ആ ചങ്ങലയിൽ അങ്ങ് പൂട്ടി. സുവർണ നിറത്തിലുള്ള ഒരു ചങ്ങല കൂട്ടിൽ മാർക്ക് പെട്ടിരിക്കുകയാണ്. മാർക്ക് ഇപ്പോഴും ഷോൾഡറിൽ എമിലി ബ്ലാക്കിനെ ഇട്ടിരിക്കുകയാണ്. വിൽജാക്ക് കൗതുകത്തോടെ മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക്, നീ എമിലി ഇങ്ങിത്ത. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിൽജാക്ക് മാർക്കിനെതിരെ നടക്കുമ്പോൾ മാർക്ക് ആ ചങ്ങല വിടുവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടതും എൽഡർ ഷാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വെറുതെ ശ്രമിക്കണ്ട. ഈ ഗോൾഡൻ ചങ്ങലയെ ബ്രേക്ക് ചെയ്യാൻ ആർക്കും പറ്റില്ല. ആർക്കും പറ്റില്ല എന്ന വാക്ക് എൽഡർ ഷാൻ പൂർത്തീകരിക്കുമ്പോഴേക്കും ശരിക്കും ഒരു സ്ഫോടന ശബ്ദത്തോടെ കേൾക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഒന്ന് അലറിയതിൻ്റെ അനന്തര ഫലമായിട്ടാണ് ആ സ്ഫോടനം ഉണ്ടായത്. ആ സ്ഫോടനം ഉണ്ടായ നിമിഷത്തിനെ മാർക്കിനെ വരിഞ്ഞു മുറുക്കിയ ആ ഗോൾഡൻ ചങ്ങലകൾ ശരിക്കും അങ്ങ് ചിതറുകയായിരുന്നു. ആ ചങ്ങല ചിതറിയപ്പോൾ അതിൻ്റെ പ്രഹരത്തിൽ വിൽജാക്കും പുറകോട്ട് തെറിച്ചു. സകല മാർക്വിസുകളും ആ ഹാഫ് ഓഫ് മാർഷൽ സെയിന്റും ഒക്കെ പുറകോട്ട് തെറിക്കുകയാണ്. അവരാരും മാർക്ക് ഫെല്ലർ ആ ഗോൾഡൻ ചങ്ങലയെന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്നില്ല. അതുകൊണ്ട് സകലരും മാർക്കിനെതിരെ നടന്നു വരുമ്പോഴാണ് ആ ചങ്ങല പൊട്ടിച്ചിതറിയത്. ചങ്ങല പൊട്ടിച്ചിതറി സകലരും പുറകോട്ട് തെറിച്ചതും എല്ലാ ആളുകളും ചാടി എണീറ്റു. മാർഷൽ സെയിന്റ് എൽഡർ ഷാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഞാൻ വിചാരിച്ചതിനേക്കാൾ ശക്തനാണ്. അങ്ങനെ എൽഡർ ഷാൻ പറഞ്ഞതും മാർക്ക് ഫെല്ലറുടെ ബോഡിക്ക് ചുറ്റുമായി ഒരു ഗോൾഡൻ കളർ പതുക്കെ രൂപം കൊള്ളുകയാണ്. 1 വലയം, 2 വലയം, 3 വലയം. ശരിക്കും സുവർണ പ്രകാശം മാർക്കിന്റെ പുറത്തു വന്നതും മാർക്കിന്റെ വലത് കൈയിലേക്ക് ആ ഗോൾഡൻ പ്രകാശം ശരിക്കും ഒന്ന് കട്ടിയായി വരികയാണ്. അതിശക്തമായ ആ ഗോൾഡൻ പ്രകാശം കയ്യിൽ വന്നതും മാർക്ക് ഫെല്ലർ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഒരൊറ്റ ഇടി അന്തരീക്ഷത്തിലേക്കാണ് മാർക്ക് ഫെല്ലർ ആഞ്ഞിടിച്ചത്. ആ ഇടി സ്വാഭാവികമായും ആ അന്തരീക്ഷത്തിൽ ശരിക്കും കുറെ തരംഗങ്ങൾ ഉണ്ടാക്കി. ആ തരംഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാറ്റും ഉണ്ടാവുകയാണ്. കാറ്റും പ്രകാശവും എല്ലാം കൂടി മുന്നോട്ട് കുതിച്ചതും ആ ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റും അയാൾക്കൊപ്പമുള്ള ആ പീക്ക് ലെവൽ മാർക്വിസുകളും ലൈറ്റ് ലെവൽ മാർക്വിസുകളും ഒക്കെ ആ കാറ്റത്ത് ശരിക്കും പുറകോട്ടങ്ങ് തെറിച്ചു.
അവരെ ആ കാറ്റ് എടുത്ത് എറിയുകയായിരുന്നു എന്ന് പറയാം. ആ മാർക്വിസ്റ്റുകളും ഹാർഷഫ് മാർഷൽ സെയിന്റും ശരിക്കും 7-8 അടി പുറകോട്ട് തെറിച്ച് വീണതും മാർക്ക് ഫെല്ലർ അവരോട് പറഞ്ഞു, ഇനി ഇവിടെ നിങ്ങൾ നിന്നാൽ നിങ്ങളെ ഞാൻ കൊല്ലും. മാർക്ക് ഫെല്ലർ പറഞ്ഞതിന്റെ അർത്ഥം പൂർണ്ണമായും ആ എൽഡർ ഷാനും കൂട്ടർക്ക് മനസ്സിലായി. അത് മനസ്സിലായതും എൽഡർ ഷാൻ കൂടുതലുള്ള ആളുകളോട് പറഞ്ഞു, ഏയ് പിന്മാറിക്കോ. കേൾക്കേണ്ട താമസം അവര് എല്ലാം ഒരൊറ്റ ഓട്ടം. അവരുടെ കൂട്ടത്തിൽ എൽഡർ ഷാനും പുറകോട്ട് ഓടി മാറിയതും ഇതിനിടയിൽ പെട്ടുപോയ വിൽ ജാക്ക് ഓടാൻ ശ്രമിച്ചതും മാർക്ക് ഫെല്ലർ കൈ ഒന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം വിൽ ജാക്കിന്റെ മുട്ടിൽ വന്നിടിച്ചു. മുട്ടിൽ ആ പ്രകാശം ഇടിച്ചതും വിൽ ജാക്ക് മുട്ടിടിച്ച് താഴേക്ക് വീണു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ, വിൽ ജാക്കും ആ പെൺകുട്ടിയും എമിലി ബ്ലാക്കുമായി മാർക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ആ വസതിയിലെത്തി. മാർക്കിനെ കാത്തു നിൽക്കുകയാണ് ആ സമയത്ത് സക്ഷൽ മീശ. മീശ കുറെ നേരം ഗ്രാനി ക്വിനിനെ ആ യാൻ മൗണ്ടറിൽ പിടിച്ചു നിർത്തിയിരുന്നു. ബ്ലാക്കിയെ ഗ്രാനി ക്വിനിന് ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം മീശ ആ വാടക വീട്ടിൽ മടങ്ങി എത്തിയതേ ഉള്ളൂ. അപ്പോഴാണ് മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കും ടീമുമായി അവിടെ എത്തുന്നത്. മാർക്കിന്റെ ഷോൾഡറിൽ കിടക്കുന്ന എമിലി ബ്ലാക്കിനെ കണ്ടതും മീശ സന്തോഷത്തോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ ജയിച്ചു അല്ലേ? അതിന് മറുപടി പറയാതെ മാർക്ക് വിൽ ബ്ലാക്കിനെ മീശയുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്തു. ഇവനെ ഹോൾഡ് ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ ആ പെൺകുട്ടിയും മാർക്ക് മീശ ഏൽപ്പിച്ചു. മീശ, നമ്മൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം വിടുകയാണ്, വേഗം അറേഞ്ച്മെന്റ്സ് ചെയ്യും. മാർക്ക് ഫെല്ലറും മീശയും വിൽ ബ്ലാക്കും ആ പെൺകുട്ടിയും എമിലി ബ്ലാക്കും അടുത്ത നിമിഷത്തിൽ അവിടെ നിന്ന് ഒരു വാഹനത്തിൽ അതിവേഗം ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലേക്ക് തിരിച്ചു. എമിലി ബ്ലാക്കിന് എത്രയും പെട്ടെന്ന് ചികിത്സ കിട്ടിയേ പറ്റൂ. ആ കാര്യം മാർക്കിന് അറിയാം. അതുകൊണ്ടാണ് മാർക്ക് എമിലിയെ നേരെ ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലേക്ക് കൊണ്ടുപോയത്. ഈ സമയത്ത് ഗ്രാനി ക്വിനും ബ്ലാക്കും കൂടി അക്കാഡമിയിലേക്ക് അങ്ങനെ നടന്നു വരികയാണ്. പല കാര്യങ്ങളും പറഞ്ഞങ്ങനെ വരികയാണ്. ബ്ലാക്കിയെ തിരിച്ചു കിട്ടിയതിൽ ഗ്രാനിക്ക് വല്ലാത്ത സന്തോഷം. ഗ്രാനി ബ്ലാക്കിയോട് പറഞ്ഞു, ബ്ലാക്കി, ഒരു തോൽവിയൊന്നും നീ കാര്യമാക്കണ്ട, നമുക്ക് കൂടുതൽ ശക്തി തേടിയിട്ട് ആ മാർക്കിനെ തോൽപ്പിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടും കൂടി ആ അക്കാഡമിയുടെ ഗേറ്റിനകത്തേക്ക് കടന്നതും ഗ്രാനിയുടെ ഫോൺ ശബ്ദിച്ചു. ഫോൺ വിളിച്ചത് സക്ഷൽ ഷിയ ഹാങ് ആണ്. ഗ്രാനി, ഒരു വിഷയമുണ്ട്. എന്നാ ഷിയ? ഗ്രാനി, ആ മാർക്ക് നമ്മുടെ അസോസിയേഷനകത്ത് കടന്നു. ഷിയ, നീ എന്താ പറയുന്നത്? ഗ്രാനി, ആ മാർക്ക് എന്നെ അടിച്ചു വീഴ്ത്തിയിട്ട് അസോസിയേഷനകത്ത് കടന്നു. ബാക്കി എന്താ സംഭവിച്ചത് എനിക്ക് അറിയത്തില്ല. ഷിയ ഹാങ് പറഞ്ഞ ആ വാക്കുകൾ കേട്ടതും ബ്ലാക്കിയുമായി അക്കാഡമിക്കകത്തേക്ക് കടക്കാൻ പോയ ഗ്രാനി അറിയാതെ അവിടെ അങ്ങനെ നിന്നു പോവുകയാണ്. ഏതാനും നിമിഷ നേരം ഗ്രാനി ക്വിൻ നിശബ്ദയായി അവിടെ നിന്നു. അതിനുശേഷം ഗ്രാനി ബ്ലാക്കിയോട് പറഞ്ഞു, ബ്ലാക്കി, നീ മുറിയിലേക്ക് വെക്കോ, ഞാനിപ്പോൾ വരാം. ഗ്രാനി ശരിക്കും അവിടെ നിന്ന് ഓടുകയായിരുന്നു. അക്കാഡമിയിൽ നിന്ന് അസോസിയേഷനിലേക്ക് ഗ്രാനി ഏതാണ്ട് പറന്നെത്തുകയായിരുന്നു. ഓടുന്ന ഗ്രാനി ക്വിൻ്റെ മനസ്സിൽ പലതരം ചിന്തകൾ വരികയാണ്. മാർക്ക് ഫെല്ലർ ജിങ്ദു മാർഷൽ അസോസിയേഷനകത്തേക്ക് കടന്നുവെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്തായിരിക്കാം സംഭവിച്ചിരിക്കുക? ഷിയ ഹാങ്ങിനെ അവനെതിരെ അടിച്ചു വീഴ്ത്തണം. ഷിയ ഹാങ്ങിനെ അടിച്ചു വീഴ്ത്തിയ മാർക്ക് എന്താ ചെയ്തിരിക്കുക? പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഗ്രാനിയുടെ മനസ്സിലേക്ക് വരികയാണ്. ഗ്രാനി ഓടിയെത്തുമ്പോൾ ഗ്രാനിയെ കാത്തു നിൽക്കുകയാണ് ഷിയ ഹാങ്. ഷിയ ഹാങ് ഗ്രാനിയെ കണ്ടോട് ഗ്രാനിക്കുള്ളോട് പറഞ്ഞു, ഗ്രാനി, എന്താ സംഭവിച്ചെന്ന് അറിയാൻ വയ്യ. ഞാൻ ഈ ഭാഗത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ എന്നെ അടിക്കുകയായിരുന്നു. ആ അടിയേറ്റ് താഴെ വീഴുമ്പോൾ ഞാൻ കണ്ടു മാർക്കാണ് എന്നെ അടിച്ചതെന്ന്. ബാക്കി എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഷിയ ഹാങ് പറഞ്ഞത് കേട്ടതും ഗ്രാനി ക്വിൻ അതിവേഗം ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ നേരെ ഓടുകയായിരുന്നു. ആ രാത്രിയിൽ ശരിക്കും ആ വാതിൽ നേരെ ഓടുന്ന ഗ്രാനിയുടെ ഹൃദയം പടപട ഇടിക്കുകയാണ്. ഗ്രാനി ഓടി ആ മിസ്റ്റിക് വേൾഡിന്റെ അടുത്തെത്തുമ്പോൾ അവിടെ തറയിൽ രക്തം വീണ് കിടക്കുന്ന പാട് ഗ്രാനി ക്വിൻ കണ്ടു. ആ രക്തം എമിലി ബ്ലാക്കിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ ഗ്രാനി ക്വിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഗ്രാനി ക്വിൻ അമ്പരപ്പോടെ തറയിൽ വീണ് കിടക്കുന്ന ആ രക്തത്തിലേക്ക് നോക്കുന്ന അതേ നിമിഷത്തിൽ ഗ്രാനി ക്വിൻ്റെ ഫോൺ ശബ്ദിച്ചു. മീറ്റിംഗ്! അത് മാത്രമാണ് ആ ഫോൺ എടുത്ത നിമിഷത്തിൽ മറുഭാഗത്ത് നിന്ന് കേട്ട വാക്ക്. അത് കേട്ടതും ഗ്രാനി ക്വിൻ അവിടെ നിന്ന് മീറ്റിംഗ് ഹാളിലേക്ക് ഓടിയെത്തി. മീറ്റിംഗ് ഹാളിലേക്ക് ഓടിയെത്തുമ്പോൾ ഗ്രാനി ക്വിനെ കാത്തിരിക്കുകയാണ് ആ ശബ്ദങ്ങൾ. ഗ്രാനി ക്വിനെ കണ്ടതും ആ ശബ്ദങ്ങൾ ഗ്രാനി ക്വിനോട് ചോദിച്ചു, ഗ്രാനി, എന്താ സംഭവിച്ചെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, എന്താ സംഭവിച്ചത് എനിക്ക് അറിയത്തില്ല. ഗ്രാനി, എമിലി ബ്ലാക്കിനെ മാർക്ക് ഫെല്ലർ കൊണ്ടുപോയി.
ഹാരംസ് അതെങ്ങനെ സംഭവിക്കും? മിസ്റ്റിക് വേൾഡിനകത്ത് മാർക്കിനെ കടക്കും. ഗ്രാനി, മിസ്റ്റിക് വേൾഡിനകത്ത് കടക്കാൻ പല മാർഗങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മാർഗം മാർക്ക് ഉപയോഗിച്ച് കാണണം. ഗ്രാനി, നിന്റെ വീഴ്ചയാണ് സകല പ്രശ്നങ്ങളുടെ ബേസ്. നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എമിലി ബ്ലാക്ക് ആണ്. ആ എമിലി ബ്ലാക്കിനെ തിരിച്ചു പിടിക്കണം. അത് മാത്രമാണ് നിന്റെ മുന്നിലുള്ള ഏക വഴി. ഗ്രാനി, അതിന് പറ്റിയില്ലെങ്കിൽ നിനക്ക് നിന്റെ ബ്ലാക്കിയെ നഷ്ടമാകും. ബ്ലാക്കിയെ കൊല്ലുമെന്നാണ് ഹാരംസ് പറയാതെ പറയുന്നത്. അത് കേട്ടതും കിടുങ്ങിപ്പോയ ഗ്രാനിക്കൻ ഹാരംസിനോട് പറഞ്ഞു, പ്ലീസ് എനിക്ക് അല്പസമയം തരണം. ഞാൻ എങ്ങനെ എമിലിയെ തിരിച്ചു കൊണ്ടുവരാം? ഗ്രാനി, നിന്നെ ഞങ്ങൾ കാലങ്ങളായി കാണുന്നതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് നിനക്ക് 72 മണിക്കൂർ സമയം ഞങ്ങൾ അനുവദിക്കുന്നു. ഈ 72 മണിക്കൂറിനകത്ത് നീ എമിലി ബ്ലാക്കിനെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ ബ്ലാക്കി പിന്നെ ഒരു ഓർമ്മ മാത്രമാകും. അങ്ങനെ ആ ശബ്ദം പറഞ്ഞതും സകല ശബ്ദങ്ങളും പെട്ടെന്ന് അങ്ങ് നിശബ്ദമായി. ആ ഹാരംസ് ആ മീറ്റിംഗ് ഹാളിൽ നിന്ന് പോയെന്ന് അർത്ഥം. ആ ഹാരംസ് അവിടെ നിന്ന് അപ്രത്യക്ഷമായതും ഗ്രാനിക്വിൻ ആ മീറ്റിംഗ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. നേരം ഏതാണ്ട് പരമ്പര വെളുത്തു തുടങ്ങുന്ന സമയത്ത് മാർക്ക് ഫെല്ലറും ടീമും ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിലെത്തി. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനകത്തേക്ക് ഓടിക്കേറിയ മാർക്ക് ഫെല്ലർ ഉറക്കെ വിളിക്കുകയാണ്, പൗരൻ മാസ്റ്റർ, പൗരൻ മാസ്റ്റർ. ശബ്ദം കേട്ട് എല്ലാ ഭാഗത്തുനിന്ന് ആളുകൾ ഞെട്ടി ഉണർന്ന് സ്ക്വയറിലേക്ക് വരുമ്പോൾ പൗരൻ മാസ്റ്ററും അവിടേക്ക് ഓടി വന്നു. മാർക്ക് ഫെല്ലറെ ഷോൾഡറിൽ കിടക്കുന്ന എമിലി ബ്ലാക്കിനെ കണ്ട പൗരൻ മാസ്റ്റർ അമ്പരപ്പോടെ മാർക്കിനെ തന്നെ അങ്ങനെ നോക്കി നിന്ന് പോവുകയാണ്. പൗരൻ മാസ്റ്റർ തൊട്ടുപുറകെ അവിടേക്ക് ഓടിയെത്തിയത് സാക്ഷാൽ ജിയാങ് ഹിയാണ്. ജിയാങ് ഹി ആ കാഴ്ച കണ്ട് മാർക്കിനോട് പറഞ്ഞു, ഇത് സിംഹത്തിന്റെ മടയിന്ന് അതിന്റെ ആഹാരം പിടിച്ചതുപോലെ ഉണ്ടല്ലോ. അതിന് മറുപടി പറയാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല. പക്ഷേ യഥാർത്ഥ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ പൗലി മാസ്റ്ററോട് പറയുകയാണ്, പൗലി മാസ്റ്റർ പ്ലീസ് പ്ലീസ് എമിലിയെ എങ്ങനെ രക്ഷിക്കേ. അത് കേട്ടതും പൗലി മാസ്റ്റർ എമിലിയെ അവരുടെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി. അവര് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ ഇവിടെ നിൽക്ക്. അങ്ങനെ പറഞ്ഞതിന് ശേഷം പൗലി മാസ്റ്റർ എമിലി ബ്ലാക്കുമായി അവരുടെ ആ വസതിയിലേക്ക് തിരിച്ചു. അവിടെ ആ വസതിയിൽ രോഗികളെ ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ഈ സമയത്ത് ന്യൂ സെലർസിലെ ആ ജിഗ്ദു മേഖലയിൽ ബ്ലാക്ക് കുടുംബത്തിന്റെ ആ കോർപ്പറേറ്റ് ബിൽഡിംഗിൽ ഷാൻഖായിയും സാക്ഷാൽ ഗ്രാനിക്വിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാൻഖായി ദേഷ്യത്തോടെ ഗ്രാനിക്വിനോട് ചോദിക്കുകയാണ്, ഇതിനു വേണ്ടിയാണോ ഞാൻ നിങ്ങളെ എമിലിയെ ഏൽപ്പിച്ചത്? മാർക്ക് ഫെല്ലർ കൊണ്ടുപോയത്രേ. എന്ത് വിഡിത്തരോ നിങ്ങളെ പറയുന്നത്? ഷാൻഖായി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഇപ്പോ എമിലി മാർക്കിന്റെ കൈവശമാണ്. മാർക്കിന്റെ കൈവശമുള്ള എമിലിയെ നിങ്ങൾ വിചാരിച്ചാലേ തിരിച്ചു പിടിക്കാൻ പറ്റൂ. അങ്ങനെ ഗ്രാനിക്വിൻ പറയുമ്പോഴാണ് ജിനാവോ അവിടേക്ക് വന്നത്. അച്ഛാ, ഗ്രാനി പറയുന്നതാണ് ശരി. നമുക്ക് മാർക്ക് ഫെല്ലറുടെ കയ്യിൽ നിന്ന് എമിലി തിരിച്ചു പിടിക്കണം. ജിനാവോ, നീ എന്തായി പറയുന്നത്? ഇവിടെ കഴിവില്ലായ്മ കൊണ്ടല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അച്ഛാ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. മാർക്ക് ഫെല്ലറുടെ കയ്യിൽ എമിലി പെടാൻ പാടില്ല, അതാണ് പ്രധാന കാര്യം. അങ്ങനെ പറഞ്ഞിട്ട് ജിനാവോ ഗ്രാനിയോട് പറഞ്ഞു, ഗ്രാനിക്വിൻ പേടിക്കണ്ട, ഈ കാര്യം ഞങ്ങൾ ഏറ്റു. അവർക്ക് ഹാരംസ് അനുവദിച്ചിട്ടുള്ള 72 മണിക്കൂറാണ്. ഇതിനിടയിൽ എമിലി ബ്ലാക്കിനെ അവർ തിരിച്ചു പിടിച്ചേ പറ്റൂ. വേറെ ഒരു മാർഗവുമില്ല. ഗ്രാനിക്വിൻ പോയി കഴിഞ്ഞതും ഷാൻഖായി ജിനാവോട് ചോദിച്ചു, ജിനാവോ, എന്താ ഇത്? നീ ഇത് 2ാമത്തെ തവണയാണ് എന്റെ വാക്കുകൾക്ക് എതിരെ നിൽക്കുന്നത്. അച്ഛാ, ഇവിടെ വിഷയം അതൊന്നും അല്ല. അച്ഛന് എമിലിയുടെ ശക്തിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നീ എന്താ പറയുന്നത് ജിനാവോ? അച്ഛാ, ഞാൻ എമിലിയുടെ ബ്ലഡ് സ്വീകരിച്ച വ്യക്തിയാണ്. ആ ബ്ലഡിന്റെ ശക്തി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ഒരേ ഒരാൾക്കേ പറ്റൂ, അത് എമിലിക്കാണ്. എമിലി കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങിയാൽ അവൾക്ക് എന്നെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് സംഭവിക്കാൻ പാടില്ല. എമിലി ബ്ലാക്ക് എന്ന് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നു അന്ന് ജിനാവോ അവസാനിക്കുമെന്നാണ് ജിനാവോ ഷാൻഖായിയോട് പറയുന്നത്. അത് കേട്ടതും ഷാൻഖായി ജിനാവോട് ചോദിച്ചു, ജിനാവോ, നമ്മൾ എന്ത് ചെയ്യും? മാർക്കിന്റെ കയ്യിൽ നിന്ന് എമിലിയെ നമ്മൾ എങ്ങനെ തിരിച്ചു പിടിക്കും? അച്ഛാ, അതിന് അങ്കിളുടെ സഹായം തേടണം. എമിലിയുടെ അച്ഛനല്ലേ അങ്കിൾ. എമിലിയുടെ അച്ഛൻ ചോദിച്ചാൽ മാർക്കിനെ എമിലി വിട്ടുകൊടുത്തല്ലേ പറ്റൂ. ഷാൻഖായിയോട് ജിനാവോ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഷാൻഖായിക്ക് ആ ആശയം മനസ്സിൽ കൊള്ളുന്നത്. ഏകദേശം ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് കുടുംബത്തിന്റെ വിമാനം അവിടെ ക്വിൻഡു സിറ്റിയിൽ ലാൻഡ് ചെയ്തു. ഒരു അരമണിക്കൂറുടെ കഴിഞ്ഞതും ആ ടീം ആ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിലെത്തി. മാർക്ക് ഫെല്ലറും മീശയും കൂടി പൗലി മാസ്റ്റർ വസതിയുടെ താഴെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ സമയത്താണ്
ബ്ലാക്ക് കുടുംബത്തെ പ്രതിനിധീകരിച്ച് ചില ആളുകൾ ഗേറ്റിൽ വന്നു നിൽക്കുന്നു എന്നുള്ള കാര്യം ആരോ മാർക്കിനോട് റിപ്പോർട്ട് ചെയ്യുന്നു. അത് കേട്ടത് മാർക്ക് മിസ്സിയോട് പറഞ്ഞു, മിസ്സ നിങ്ങളിവിടെ നിൽക്കേ, പൗലി മാസ്റ്റർ എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഉടനെ ചെയ്തു കൊടുക്കണം, അപ്പോൾ എന്നെ അറിയിക്കുക വേണം, ഞാൻ അവരൊന്ന് ഡീൽ ചെയ്തിട്ട് വരാം. മാർക്ക് ഫെല്ലർ പൗലി മാസ്റ്റർ വസതിയിൽ നിന്ന് നടന്ന് സ്ക്വയറിലെത്തുമ്പോൾ അവിടെ ജിനേവോ ബ്ലാക്കും ഷാൻഹായും അലൂഷ്യസും കുറെ പീക്ക് ലെവൽ മാർക്കിസ്റ്റുകളും മാർക്കിനെ കാത്തു നിൽക്കുകയാണ്. അവരെ കണ്ടതും മാർക്ക് അവരോട് ചോദിച്ചു, ഏയ് നിങ്ങളെന്താ ഇവിടെ വന്നേ? മാർക്ക്, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ എൻ്റെ കുടുംബത്തിലെ എമിലി ബ്ലാക്കിനെ ഇവിടെ ബലമായി കൊണ്ടുവന്നിരിക്കുകയാണ്, അവളെ തിരിച്ച് എനിക്ക് വേണം. ഷാൻഹായി അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ശരിക്കും അമ്പരന്ന് ഷാൻഹായി ഒന്ന് നോക്കിയിട്ട് ഉറക്കെ അയാളോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ ഷാൻഹായി, നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങളുടെ കുടുംബത്തിലെ എമിലിയെ ഞാൻ കൊണ്ടുവന്നു. ഞാൻ എവിടെന്നാ എമിലിയെ കൊണ്ടുവന്നത്? നിങ്ങളുടെ വീട്ടിൽ നിന്നാണ്. നിങ്ങൾ അവരെ തടവിലിട്ടിരിക്കുകയായിരുന്നില്ലേ? ആ തടവറയിൽ നിന്നാണ് ഞാൻ അവളെ രക്ഷിച്ചത്. വീണ്ടും അവളെ തടവറയിലാക്കാനാണോ ഞാൻ അവളെ വിട്ടുതരേണ്ടത്? മാർക്ക്, നീ പറയുന്നത് നിന്റെ വെർഷനാണ്. അവൾ എന്റെ കുടുംബത്തിലെ അംഗമാണ്. അവളെ കൊണ്ടുപോകാൻ നിനക്കൊരു അധികാരവുമില്ല. ഷാൻഹായി, നിന്റെ കളികൾ എന്നോട് വേണ്ട. ഞാൻ നിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കുന്നില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും അലോഷി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവൾ എൻ്റെ മകളാണ്, അവള് എന്നോടൊപ്പമാണ് നിൽക്കേണ്ടത്. അലോഷി, നിന്നെയൊക്കെ അച്ഛനെന്ന് ആരെങ്കിലും വിളിക്കൂ? സ്വന്തം മകളെ കൊല്ലാക്കൊല ചെയ്യുന്നതിന് കൂട്ടു നിന്നിട്ട് ഇപ്പോ മകളുടെ പേര് പറഞ്ഞ് കരയുന്നു. കഷ്ടം. മിസ് അലോഷി, ഇതുപോലെ തരംതാണ് ജീവിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പോയി ചത്തൂടെ? മാർക്ക് ഫെല്ലറുടെ മൂർച്ചയുള്ള ആ വാക്കുകൾ അലോഷിയുടെ ഹൃദയത്തിലേക്ക് തറയ്ക്കുന്ന ശൈലിയിലാണ് മാർക്ക് പറയുന്നത്. അത് കേട്ടതും ജിനാവോ അലോഷിയോട് പറഞ്ഞു, അങ്കിളുടെ മകളല്ലേ, അങ്കിൾ വിളിച്ചാൽ അവൾ വരും. അത് കേട്ടതും ഷാൻഹായി പറഞ്ഞു, അതെ, എമിലി തീരുമാനിക്കട്ടെ ആരോടൊപ്പം നിൽക്കണമെന്ന്. അത് ശരിക്കും കുഴപ്പിക്കുന്ന ഒരു ഡയലോഗാണ്. എമിലി ബ്ലാക്ക് ബോധരഹിതയായി കിടക്കുകയാണ്. അവളോട് ഇപ്പൊ ചോദിച്ചാൽ അവൾക്ക് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് അവളുടെ വീട്ടുകാർക്ക് അവളെ കൊണ്ടുപോകാനുള്ള അവകാശം ഉണ്ടാവും. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ഷാൻഹായിയും ജിന്യാവോയും അലോഷിയും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നോക്കേ, എമിലിയെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരെ കാണും? എമിലിക്ക് വേണ്ടപ്പെട്ട ഞാനാണ്. എമിലിയെ കൊല്ലാക്കൊല ചെയ്യാൻ കൂട്ടുന്നവരാണ് നിങ്ങൾ മൂവരും. നിങ്ങളെ വിശ്വസിച്ച് എമിലിയെ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അത് വെറുതെയാണ്. നിങ്ങൾ സ്ഥലം വിടാൻ നോക്കേ. മാർക്ക്, നീ എന്നോട് കൈചൂണ്ടി സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഷാൻഹായി അങ്ങനെ പറഞ്ഞ ആ നിമിഷത്തിൽ ഷാൻഹായിയുടെ പുറത്ത് കുറെ ചോര വീണു. ഷാൻഹായിയുടെ തൊട്ടുപുറയിൽ നിൽക്കുകയായിരുന്ന ഒരു പീക്ക് ലെവൽ മാർക്കിസിന്റെ തല പൊട്ടിയപ്പോൾ തെറിച്ചു വീണ ചോരയാണ് ഷാൻഹായിയുടെ പുറത്ത് വീണത്. ഷാൻഹായിയുടെ തൊട്ടു മുന്നിൽ ഇപ്പോൾ മാർക്ക് ഫെല്ലർ നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ വിരൽ ഷാൻഹായിയുടെ മൂക്കിനടുത്താണ്. ഷാൻഹായി, ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ നീ ഇപ്പൊ ഇവിടെ തീരും. ഈ നിൽക്കുന്ന നീ മാത്രമല്ല, നിന്റെ ഒപ്പം വന്ന ഈ സകലരും. കാണണോ നിനക്കത്? ഷാൻഹായിയോട് മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും ശരിക്കും ആ അന്തരീക്ഷം ഒന്ന് ചൂടാവുകയാണ്. മാർക്ക് ഫെല്ലർ അതിനുശേഷം തിരിഞ്ഞ് അലോഷിയോട് പറഞ്ഞു, മിസ് അലോഷി, നിങ്ങളൊന്ന് ആലോചിക്കേ, എമിലി എവിടെയാണ് സുരക്ഷിത എന്ന്? ഇവിടെയാണോ നിങ്ങളുടെ ബ്ലാക്ക് കുടുംബത്തിലാണോ എമിലി സുരക്ഷിത? ബ്ലാക്ക് കുടുംബത്തിൽ എമിലിയെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. എമിലിയെ ഈ ഷാൻഹായി അപ്പോൾ തന്നെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് വിൽക്കും. അവളെ ആ അസോസിയേഷൻ വലിയ വില കൊടുത്ത് വാങ്ങും. ഷാൻഹായിക്ക് വില കിട്ടും. അയാൾക്ക് വേണ്ടത് അയാൾ നേടും. ജിങ്ദു മാർഷൽ അസോസിയേഷൻ എമിലിയെ വീണ്ടും പീഡിപ്പിക്കും. അത്രയും കാര്യങ്ങൾ മാർക്ക് ഫെല്ലർ പറഞ്ഞതും അലോഷി തിരിഞ്ഞ് ഷാൻഹായിയോട് പറഞ്ഞു, ഷാൻഹായി, മാർക്ക് പറഞ്ഞതാണ് ശരി. എൻ്റെ മകൾ സുരക്ഷിതയായിരിക്കുക മാർക്കിന്റെ കയ്യിലാണ്. അങ്ങനെയാണെങ്കിൽ എമിലി മാർക്കിന്റെ കയ്യിൽ ഇരിക്കട്ടെ. അലോഷി, നീ എന്തായി പറയുന്നത്? നോക്കൂ ഷാൻഹായി, നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഞാൻ അറിയുന്നില്ല എന്ന് കരുതരുത്. അച്ഛൻ മരിച്ചപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രം. ബ്ലാക്ക് കുടുംബത്തിലെ എൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ഷാൻഹായി, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. മാർക്കിനൊപ്പം എമിലി നിൽക്കും, അതാണ് എൻ്റെ തീരുമാനം. ശരിക്കും അലോഷ്യസ് അങ്ങനെ പറയുമ്പോൾ ദേഷ്യം കൊണ്ട് ചുമക്കുന്നത് സാക്ഷാൽ ജിന്യാവോയാണ്. ജിന്യാവോ അലോഷിയോട് പറഞ്ഞു, അങ്കിൾ, ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് അങ്ങേക്ക് അറിയാവോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും അലോഷി ശ്രമിച്ചില്ല. അലോഷി ജിന്യാവോയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്,
ഞാൻ എൻ്റെ മകളെ നിന്നെ ഏൽപ്പിക്കുന്നു. അലോഷി ബ്ലാക്ക് അങ്ങനെ തീർത്ത് പറഞ്ഞതും ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ ഷാൻഹായിക്ക് ഉണ്ടായ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ വീണ്ടും അവരോട് പറഞ്ഞു, നോക്ക്, എമിലിയുടെ പിതാവ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളിവിടെ സ്ഥലം വിടാൻ നോക്ക്. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ മാർക്കിന് ചുറ്റും ഇന്ത്യൻ എനർജി പതുക്കെ പതുക്കെ റിലീസാകുന്നത് ഷാൻഹായിക്കും കൂട്ടർക്കും മനസ്സിലായി. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഒരു മർഡറസ് ഓറ ഉണ്ടാവുകയാണ്. കൊല്ലാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു ത്വര മാർക്കിന്റെ ആ ബോഡിയിലും മാർക്കിന്റെ ആ സമീപനത്തിലും ദൃശ്യമായതും അറിയാതെ ഷാൻഹായും അലോഷിയും ജിന്യാവോയും ബാക്കിയുള്ള ആളുകളും പുറകോട്ട് നീങ്ങിപ്പോവുകയാണ്. ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും അവർ എല്ലാവരും ഓടി വന്ന് അവരവരുടെ വാഹനങ്ങളിൽ കയറി. ആ വാഹനം അതിവേഗം എയർപോർട്ടിലേക്കും അവിടെ നിന്ന് ന്യൂ സെലസിലേക്കും മൂവ് ചെയ്യുകയാണ്. ന്യൂ സെലസിൽ അവിടെ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ശരിക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഗ്രാനി ക്വീൻ. ഗ്രാനി ക്വീനിന് അടുത്തേക്ക് ആ ടീം പോകുന്ന ആ സമയത്ത് ഇവിടെ മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് പൗലി മാസ്റ്റർ വന്നു. മാർക്ക് ഫെല്ലർ, എമിലി ഇപ്പോൾ അപകടഘട്ടം തരണം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു വിഷയമുണ്ട്. പൗലി മാസ്റ്റർ, എന്താ വിഷയം? മാർക്ക്, അവൾ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. പ്രശ്നത്തിലോ? അതെ, അവൾ ഒരു സോൾ ബൈൻഡിങ് സ്പെല്ലിൽ പെട്ടിരിക്കുകയാണ്. സോൾ ബൈൻഡിങ് സ്പെല്ലോ? അതെ മാർക്ക്, ആ ജിങ്ദു മാർഷൽസ് അസോസിയേഷൻ വളരെ ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയിൽ എമിലി പെട്ടിട്ടുണ്ട്. അവർക്ക് എമിലി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടാൽ എമിലി ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്ന് അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് അവർ അവരുടെ ബൗണ്ടറി കണക്കാക്കി ഒരു സംഭവം എമിലിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഈ സോൾ ബൈൻഡിങ് സ്പെല്ലെന്ന് ഞാൻ പറഞ്ഞത്. ആ സ്പെല്ല് എന്താണെന്നും അതിന് മറുസ്പെല്ല് എന്താണെന്നും ജിങ്ദു മാർഷൽസ് അസോസിയേഷനെ അറിയാവൂ. ആ സ്പെല്ല് ഉപയോഗിച്ച് എമിലിയുടെ ബോഡിയിലെ ആ സോൾ ബൈൻഡിങ് മാറ്റിയാലേ എമിലി ചികിത്സിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എമിലി കോമയിൽ ഇങ്ങനെ കിടക്കുകയുള്ളൂ. പൗലി മാസ്റ്റർ പറഞ്ഞ ആ വാക്കുകൾ കേട്ട മാർക്ക് ഫെല്ലർ ശരിക്കും ഒരു നിമിഷം പൂർണ്ണ നിശബ്ദനായി അങ്ങനെ നിന്നു പോവുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.